ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ട് പറയുകയാണ് വൈന ഖിഫ്തും ശഖാഖ ബൈനഹിമാ ഫബഅസൂ ഹകമൻ മിൻ അഹ്ലിഹി വഹകമൻ മിൻ അഹ്ലിഹാ യുരീദാ ഇസ്ലാഹാ യുവഫിഖില്ലാഹു ബൈനഹുമാ ഇന്നല്ലാഹ കാന അലീമൻ ഖബീറാ. അല്ലയോ ഭർത്താക്കന്മാരെ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യമാർ നിങ്ങളോട് പിണക്കം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അവരോട് ഉപദേശിച്ചു നോക്കിയിട്ട് റെഡിയായില്ല, ശാരീരിക ബന്ധത്തിൽ നിന്ന് വേർപെടുത്തു പോക്കിയിട്ട് നന്നായില്ല, മൂന്നാമതായി അവളുമായിട്ട് നീ മാന്യമായ രീതിയിൽ വർത്തിക്കലുകൊണ്ട് അവൾ നന്നാവാതെ വന്നപ്പോ അവളെ നീ മുറിവ് പറ്റാത്ത നില അടിച്ചു നോക്കി, എന്നിട്ടും അവൾ നന്നാവുന്നില്ലെങ്കിൽ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയുകയാണ് പിന്നെ നീ മോശത്തരമാകുന്ന വർത്തമാനത്തിലേക്കോ ചീത്തവിളിയിലേക്കോ നീ എടുത്തു ചാടാതെ അവരുടെ കുടുംബക്കാരൻ ഒരാളുമായി നിന്റെ കുടുംബക്കാരൻ ഒരാൾ ചർച്ച ചെയ്യട്ടെ, മധ്യസ്ഥർ തമ്മിൽ ചർച്ച ചെയ്യട്ടെ. വൈന ഖിഫ്തും ശഖാഖ ബൈനഹിമാ ഫബഅസൂ ഹകമാ മിൻ അഹ്ലിഹി വഹകമൻ മിൻ അഹ്ലിഹാ യുരീദാ ഇസ്ലാഹാ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധ ഖുർആൻ മുഖേന ഓതിക്കൊടുക്കുകയാണ് വധുവിന്റെ കുടുംബത്തിൽ നിന്നും വരന്റെ കുടുംബത്തിൽ നിന്നും ഓരോരുത്തർ വീതം മധ്യസ്ഥരായിക്കൊണ്ട് ചർച്ച ചെയ്യട്ടെ. നാലാമത്തേത് എന്താണ്? ചർച്ച ചെയ്യാണ്. നല്ലതുപോലെ ശ്രദ്ധിക്കും. കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു നല്ലതുപോലെ ശ്രദ്ധിക്കും. നാലാമത്തത് എന്ന് പറയുന്നത് തന്റെ പ്രിയപ്പെട്ട ഭാര്യ പിണങ്ങിക്കഴിഞ്ഞാൽ ആ ഭാര്യയുടെ കുടുംബക്കാരുമായി അവന്റെ കുടുംബക്കാർ നല്ലതുപോലെ ചർച്ച ചെയ്യുക. എങ്ങനെ ചർച്ച ചെയ്യേണ്ടത്? ആരെ ചർച്ചയ്ക്ക് പോകേണ്ടത്? ശ്രദ്ധിക്കണം കേട്ടോ, ക്ലാസ് ആണ്. നല്ലതുപോലെ ശ്രദ്ധിക്കുക. അള്ളാഹു തൗഫീഖ് തരട്ടെ. ശ്രദ്ധിക്കുന്ന ആളുകൾക്ക് ജീവിതത്തിൽ വലിയ തൗഫീഖാണ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇവിടെ പരിശുദ്ധ ഖുർആൻ തന്നെ ഓർമ്മപ്പെടുത്തുകയാണ് വധുവിന്റെയും വരന്റെയും കുടുംബത്തിൽ നിന്ന് ചർച്ചയ്ക്ക് വേണ്ടി പോകുന്നവർക്ക് ഉണ്ടാകേണ്ട ക്വാളിറ്റി ഇന്ന് ചർച്ചയ്ക്ക് പോകുന്ന 99% ആളുകൾക്ക് ഇല്ലാത്ത ക്വാളിറ്റി അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാണ്. രണ്ട് കൂട്ടരിൽ നിന്ന് പോകുന്ന മുഴുവൻ ആളുകൾക്കും ഉണ്ടാവേണ്ട നിയ്യത്ത് ഒന്ന് മാത്രമാണ്. ഈ പാവപ്പെട്ട പെണ്ണും ചെക്കനും എങ്ങനെയെങ്കിലും ഒന്ന് ഒരുമിക്കണമെന്നാണ്, എങ്ങനെയെങ്കിലും ഒന്ന് യോജിക്കണമെന്നാണ്. ഈ നിയ്യത്ത് വേണം. ഇവിടെ ഇപ്പൊ ചർച്ചയ്ക്ക് പോകുമ്പോ എന്താ ചെയ്യുന്നത്? ഒരാളെ കൊണ്ടുപോകും. ആരെ? ആ നാട്ടിലെ ഏറ്റവും വലിയ ഹയവാനെ കൊണ്ടുപോകാൻ. ഇല്ലെങ്കിൽ ഒച്ചയും ബഹളം ഇടുന്ന ഏതെങ്കിലും ഒരു ഹയവാനെ കൊണ്ടുപോകും. ഞാൻ ഉള്ളതും കൂടെ ഓപ്പൺ ആയിട്ട് പറയാം. നമ്മൾ തമ്മിൽ ഇനി വേറെ ഇത് വേണ്ട, ഒളിച്ചുകളി വേണ്ട. നമുക്കറിയാലോ നാട്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഒരുത്തനെ കൊണ്ടുപോകണം. അവൻ ലോക ഹയവാനാണ്, ഫ്രോഡാണ്. ആ ഫ്രോഡുള്ള ഒരുത്തനെ കൊണ്ടുപോകും. നല്ല സിസ്പായ്ക്കൊക്കെ ഉള്ള ഒരു ഹയവാൻ, പോത്തും വല്ല ബീഫും മട്ടനും ഒക്കെ അടിച്ച് റാഹത്തായിട്ട് അവനെ കൊണ്ടുപോയി. രാവിലെ കൊണ്ടുപോകണം. പോത്ത് പൊറോട്ട എല്ലാം കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി അവസാനം ഈ കൊണ്ടുപോയ പെണ്ണിന്റെ വീട്ടുകാർ അല്ലെങ്കിൽ ചെക്കന്റെ വീട്ടുകാർ അവര് വരെ അവസാനം എത്തിയപ്പോഴത്തേക്ക് ഇത് ഒരുമിക്കുമെന്ന് കണ്ടപ്പോൾ അവരുടെ മനസ്സിലൊരു നിയ്യത്ത് എന്താണ്? ഇതെങ്ങനെയെങ്കിലും ഒരുമിച്ചോട്ടെ അൽഹംദുലില്ലാ എന്ന് കരുതി റെഡിയാകാൻ നിൽക്കുമ്പോൾ ഇവൻ എഴുന്നേറ്റു. പിന്നെ ഇതങ്ങനെ റെഡിയാകത്തില്ല കേട്ടോ, ഇത് റെഡിയാക്കാൻ പറ്റത്തില്ല. ഇവനങ്ങോട്ട് ബഹളം തുടങ്ങുകയാണ്. അവസാനം ഇത് വീണ്ടും തലാഖിലേക്ക്. ഒരുമിപ്പിക്കും. ഈ കൊണ്ടുപോയ ആളുകൾ തന്നെ അവസാനം കുഴപ്പമില്ല, ഇതെങ്കിലും ഒരുമിച്ചോട്ടെ എന്ന് കരുതി അവിടെ ഇരിക്കുന്ന നിയ്യത്ത് വെക്കുമ്പോൾ ഇവൻ പിന്നെ ബഹളം വെച്ചാൽ വീണ്ടും ഖലാസ്. ഇവിടെ ആർക്കാ പ്രശ്നം ഉണ്ടാകുന്നത്? ആലിമീങ്ങളെ കൊണ്ടുപോയി സദസ്സിലിരുത്തിയിട്ടുണ്ടാവും. ഉസ്താദിനോട് പറയും വാ തുറക്കല്ല്, ഫാത്തിഹ ഞങ്ങൾ വിളിക്കും, ഉസ്താദ് ഇരുന്ന് ദുആ രക്കും. അത് നമ്മൾ പറയാം. അപ്പോഴത്തേക്ക് ഉസ്താദ് മിണ്ട. അതുവരെ ഉസ്താദ് മിണ്ടണ്ട. ഉസ്താദിനെ കൊണ്ടുപോയി അവിടെ കൊണ്ടിങ്ങനെ ഇരുത്തിയേക്കാണ്. അള്ളാഹു കാത്ത് നിങ്ങൾ അത്തരത്തിലുള്ള സദസ്സിലേക്ക് ആലിമീങ്ങളെ വലിച്ചയക്കരുത്. അള്ളാഹു കാക്കട്ടെ. എങ്ങനെയുള്ള സദസ്സിലേക്ക്? ആലിമീങ്ങൾക്ക് വില കൊടുക്കാത്ത സദസ്സ്. നിങ്ങൾ ഒച്ചയും വിളയിട്ട് കുറെ കാക്കന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്തവിളിയും ബഹളം ഉണ്ടാക്കിയിട്ട് നിങ്ങൾ എന്ത് ദീൻ പറയാൻ? നിങ്ങൾക്ക് ദീൻ വല്ല അറിയാവോ? ഇവിടെ ഇരിക്കുന്ന ആലിമീങ്ങളെ കൊണ്ട് പറയിക്ക്. അവരെഴുന്നേറ്റ് നിന്നിട്ട് രണ്ടുപേരോട്, രണ്ട് കുടുംബക്കാരോട് എന്തായാലും ഇങ്ങനെയൊക്കെ ഉണ്ടായി. ഒരു വീട്ടിൽ സുൽഹിന് ചെല്ലുമ്പോൾ രണ്ട് ഭാഗത്തുള്ള വിഷയങ്ങൾ ശരിക്കും കേൾക്കണം. കേട്ടതിന് ശേഷം മധ്യസ്ഥരിൽ നിൽക്കുന്നവർ എന്തായാലും ഇങ്ങനെയൊക്കെ ഉണ്ടായി, ഇൻഷാ അല്ലാഹ് അതൊക്കെ ഇങ്ങനെ ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. അങ്ങനെ അള്ളാഹിന്റെ റസൂൽ
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ എത്ര വിഷയങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇതൊക്കെ ഇനി പൊരുത്തപ്പെടിക്കണം. നമ്മളൊക്കെ മരിച്ചു പോകേണ്ടവരല്ലേ, കുറഞ്ഞ ആളല്ലേ നമ്മുടെ മുന്നിലുള്ളൂ. എന്തായാലും ബിസ്മില്ല, കൈ കൊടുക്കുക അങ്ങോട്ട്, പെണ്ണിന്റെ വാപ്പായോടും ചെറുക്കനോടും വാപ്പായോടും, അല്ലെങ്കിൽ ചെറുക്കനുമായി കൈക്ക് പിടിച്ച് സലാം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിപ്പിടിച്ച് സുൽഹാക്കി വിട്ടിട്ട് അൽ ഫാത്തിഹ, ഒരു ഫാത്തിഹ ഒക്കെ വിളിച്ച് ദുആയിരുന്ന് നല്ല സർബത്ത് കുലുക്കി സർബത്തൊക്കെ കുടിച്ച് റാഹത്തായ നില ഇറങ്ങി പോണ്ടേ. അങ്ങനെയല്ലേ ചെയ്യേണ്ടത്. ഇത് അവിടെ വെച്ച് ആകെ ബഹളം ഉണ്ടാക്കി കലവില ഉണ്ടാക്കി അവസാന തലാഖിലേക്ക്. ഈ പ്രശ്നമുണ്ടാക്കുന്ന ആളുകൾ എല്ലാ കുടുംബത്തിലും ഉണ്ട്. അവർക്ക് എന്താ നിയ്യത്തെന്നറിയോ? ഇതെങ്ങനെയെങ്കിലും അടിച്ചു തല്ലി പോയിട്ട് രണ്ടും രണ്ട് വഴിക്കും. അവസാനം ഈ പെണ്ണും ചെക്കനും എന്തായാലും അവരുടെ ഇതൊക്കെ കഴിഞ്ഞ് പെണ്ണ് വേറെ കല്യാണം കഴിക്കും. ആ കല്യാണത്തിൽ എന്തായാലും ഈ പെണ്ണിനെ വിളിക്കും, അവിടെ പോയി ബിരിയാണിയും പൊറോട്ട അടിക്കാം. ഈ ചെറുക്കം വേറെ കല്യാണം കഴിക്കാം, അവിടെ പോയി പൊറോട്ടയും ചിക്കനും അടിക്കും. പിന്നെയും കിട്ടൂലേ, ഫുഡ് കിട്ടും. ഇവിടെ മുടക്കി വിട്ട വീട്ടിലോ അവിടുന്ന് എന്തായാലും ഒരു ആഹാരം കിട്ടുകയും ചെയ്യും. ഒരു ആഹാരം കഴിക്കാൻ എന്തായാലും വിടത്തില്ല, അപ്പൊ അതും കിട്ടി. റാഹത്ത്, ഫുഡ് എല്ലായിടത്തും ഇഷ്ടം പോലെ ഫുഡായി. ഇതാണ് ഇത്തരത്തിലുള്ള ശാപ്പാട് രാമന്മാര്. ചിലർക്ക് ഇത് കേൾക്കുമ്പോൾ വിഷമമുണ്ടാവും, പറയാതിരിക്കാൻ കഴിയത്തില്ല. നിങ്ങൾ ചർച്ച ചെയ്യുന്ന വിധം ആ രീതിയിലാണ്. ആലിമീങ്ങളെ ബഹുമാനിക്കുന്നില്ല, ദീനിന്റെ അഹ്ലുകാരെ ബഹുമാനിക്കുന്നില്ല. പറയാതിരിക്കാൻ നല്ല രീതിയിൽ കൊണ്ടുപോകണ്ടേ. എത്ര കുടുംബങ്ങളാണ് മോശപ്പെട്ട ചർച്ച ചെയ്തിട്ട് പാവപ്പെട്ട സഹോദര സഹോദരിമാരെ അകറ്റിക്കളഞ്ഞത്. ഒരു വിഷയമില്ലായിരുന്നു, ചെറിയ പ്രശ്നങ്ങളുടെ മേലെ ഭർത്താക്കന്മാർ കൊണ്ടുവന്ന് ഭാര്യയുടെ വീട്ടിൽ കൊണ്ടുവന്നാക്കി അത് പർവ്വതീകരിച്ച് ചർച്ച ചെയ്യുന്ന ആളുകൾ തലാഖിലേക്ക് എത്തിച്ചില്ലേ. എത്ര കേസുകൾ മഹല്ലുകളിൽ നിന്നും കെട്ടിക്കിടക്കുന്നു. ആരാണ് ഇവിടെ കുറ്റക്കാര്? ഇരിക്കുന്ന ആലിമീങ്ങളാണോ, പണ്ഡിതന്മാരാണോ, സമസ്തയുടെ ഉലമാക്കളാണോ? ആരാണ് കുറ്റക്കാര്? പറയും നിങ്ങൾ. ചർച്ച ചെയ്ത ആളുകളാണ്. അല്ലാഹു നമ്മളെ സാലിഹീൻ ഉൾപ്പെടുത്തട്ടെ, അല്ലാഹു സാലിഹീൻ ഉൾപ്പെടുത്തട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഈ യുരീദായ സലാഹ യുവഫിഖില്ലാഹു ബൈനഹുമാ. വധുവിന്റെയും വരന്റെയും കുടുംബത്തിൽ നിന്ന് ചർച്ച ചെയ്യുന്നതാകുന്ന ആളുകൾ രണ്ട് കൂട്ടരിൽപ്പെട്ടതാകുന്ന ആളുകളും സുൽഹിദേ ലക്ഷ്യം വെക്കുന്നവരാകണേ. അവർ രണ്ടുപേരും എങ്ങനെയെങ്കിലും ഈ പാവപ്പെട്ട പെണ്ണും ചെക്കനും ഒരുമിക്കണമെന്ന് നീയത്ത് വെക്കുന്നവരാകണേ. അല്ലാത്തവരെ കൊണ്ടുപോയി നിങ്ങൾ ചർച്ചയ്ക്കിരുത്തരുത്. ആ ചർച്ച അലസുമേ. ആ ചർച്ചയ്ക്ക് കൊണ്ടുപോകുന്ന രണ്ട് കൂട്ടരുള്ള ആളുകൾ പരിപൂർണമായി പാവപ്പെട്ട പെണ്ണും ചെക്കനും എങ്ങനെയെങ്കിലും ഒരുമിക്കണേ എന്ന് നീയത്ത് വെക്കുന്നവരാകണേ. അങ്ങനെയെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കിടയിൽ യോജിപ്പ് കൊടുക്കുമെന്ന് വിശുദ്ധ ഖുർആൻ. നിങ്ങൾ ചർച്ച ചെയ്യണ്ട, പോയാ മതി, അവർക്കിടയിൽ യോജിപ്പ് കൊടുക്കും. അങ്ങനെ ഖുർആൻ പറയും. ഈ ഉരീദ ഇസ്ലാഹ നിയ്യത്ത് എന്തായിരിക്കണം? ഇവരെങ്ങനെയെങ്കിലും ഒരുമിക്കണം എന്നുള്ള നിയ്യത്തായിരിക്കണം. ആ നിയ്യത്ത് വെച്ചുകൊണ്ട് ചർച്ചയ്ക്ക് പോയിരുന്നാൽ മതി. അത് ഒരുമിപ്പിക്കുന്ന കാര്യം ആരേറ്റ്? അല്ലാഹു ഏറ്റ്. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. കാരണം ഇത് കുട്ടികളിയല്ല. ഇവ രണ്ടുപേരെ ചർച്ച ചെയ്ത് ത്വലാഖിലേക്ക് എത്തിക്കുന്ന ആളുകൾക്ക് മുഴുവനും നാശമാണ്, വല്ലാഹി നാശമാണ്. 4 രീതിയിലുള്ള ഓപ്ഷനുകളെ ഞാൻ എന്റെ പ്രിയപ്പെട്ട അഴീക്കോട് ചെട്ടിയിലുള്ള ചെറുപ്പക്കാരോട് സഹോദരങ്ങളോട് ഓർമ്മപ്പെടുത്തി. നിന്റെ ഭാര്യ നിന്നോട് പിണക്കം വെച്ചാൽ ആദ്യം ത്വലാഖിലേക്ക് എടുത്തു ചാടുകയല്ല വേണ്ടത്. ആദ്യം നല്ല സതുപദേശം കൊടുക്കുക. എന്നിട്ട് റെഡിയായില്ലെങ്കിൽ അവളുമായി ശാരീരിക ബന്ധത്തിൽ വേർപെടുത്തുക. മൂന്നാമതായി വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു, മുറിവ് പറ്റാത്ത നിലയിൽ അടി കൊടുക്കുക. എന്നിട്ടും വിശുദ്ധ ഖുർആൻ വീണ്ടും പറഞ്ഞു, എന്നിട്ടും നന്നായില്ലെങ്കിലോ നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കുടുംബക്കാരുമായി നിന്റെ കുടുംബക്കാർ തമ്മിൽ ചർച്ച ചെയ്യട്ടെ. ആ ചർച്ചയ്ക്ക് പോകുന്ന ആളുകൾ ദീനി ബോധമുള്ളവരാകട്ടെ, നല്ല നിയ്യത്തുള്ളവരാകട്ടെ. അല്ലാഹു നമ്മളെയൊക്കെ ജമ്മിതിയിലേക്ക്, ഒത്തൊരുമയിലേക്ക്, ഐക്യപ്പെടുന്നവരിലേക്ക് ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇനി ആ ചർച്ച ചെയ്തു, ആ ചർച്ച അലസി എന്ന് പറഞ്ഞാൽ അവസാനം ആ ചർച്ച ഒരു നിലയ്ക്കും ഈ പെണ്ണുമായി മുന്നോട്ട് പോകാൻ പറ്റൂല. എങ്കിൽ അവിടെയാണ് പുരുഷന്റെ മേൽ പരിശുദ്ധ ഇസ്ലാം പറയുന്നത് ത്വലാഖ്. 5ാമത്തെ ഘട്ടമാണ് ത്വലാഖ്. ഞാൻ ആദ്യം തന്നെ നിങ്ങളോട് പറയാം, ത്വലാഖ് മറ്റേ മറിച്ച ത്വലാഖ് ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ എന്ത് ത്വലാഖ്? ഇതിനു മുമ്പ് ഈ ഘട്ടങ്ങൾ പഠിക്കണ്ടേ? ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ത്വലാഖ്, അല്ലാതെ ആദ്യം തന്നെ ത്വലാഖിലേക്കല്ല. ഇത് ലോകത്തൊരു മതം ഇതുപോലെ വ്യക്തമാക്കുന്നില്ല. ലോകത്തൊരു മതം. ഇവിടെ പലരും പറയുന്നുണ്ടല്ലോ മുത്തലാഖിനെ പറ്റി മുസ്ലിമീങ്ങൾക്ക് തെറ്റുപറ്റി, മുസ്ലിം സഹോദരങ്ങൾക്ക് തെറ്റുപറ്റി, പാവപ്പെട്ട മുസ്ലിം സഹോദരിമാരെ അകാരണമായിട്ട് മുസ്ലിമീങ്ങൾ തലാഖ് ചെല്ലുകയാണ്, അതിന് പണ്ഡിതന്മാർ ഓശാരപാടുകയാണ്, ഉലമാക്കൾ അതിനെതിരെ ഇന്നുവരെ ആരും ഒന്നും സംവദിക്കുന്നില്ല. എടോ 1400 വർഷം മുമ്പ് പരിശുദ്ധ ഖുർആൻ വ്യക്തമായ രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറയുകയാണ്, നിന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് വർത്തിക്കേണ്ടത് ആദ്യമായ രീതിയിൽ
ത്വലാഖ് മുഖേനയല്ല. ഞാൻ എന്റെ പ്രിയപ്പെട്ട ഇതര സമുദായത്തിലെ സുഹൃത്തുക്കളോടും ഇതിനെതിരെ ശബ്ദിക്കുന്നതാകുന്ന ആളുകളോടും, അത് രാഷ്ട്രീയ പ്രമുഖരാകട്ടെ, അവരോടും ഞാൻ എനിക്ക് ചോദിക്കാനുള്ളത്, എനിക്കും ഇവിടെ ഇരിക്കുന്ന സാത്വികരാകുന്ന ഉലമാക്കൾക്കും പണ്ഡിതന്മാർക്കും പണ്ഡിത പ്രഭുക്കൾക്കും ചോദിക്കാനുള്ളത് ഒരൊറ്റ കാര്യം മാത്രമാണ്. എന്താണത്? നിങ്ങളുടെയൊക്കെ മതത്തിൽ, വിശുദ്ധ ഇസ്ലാം അല്ലാത്ത ഏതെങ്കിലും ഒരു മതത്തിൽ സ്വന്തം ഭാര്യയോട് പിണക്കം വെച്ചാൽ ആദ്യം വർത്തിക്കുന്ന രീതി എന്താ? നമ്മുടെ മതത്തിൽ എന്താ പറഞ്ഞേക്കുന്നത്? മാന്യമായി ഉപദേശിക്കണം. രണ്ടാമത് പറഞ്ഞു ശാരീരിക ബന്ധത്തിൽ വേർപെടുത്തണം. മൂന്നാമത് പറഞ്ഞു മുറിവ് പറ്റാത്തതിൽ അടിക്കണം. നാലാമത് പറഞ്ഞു ചർച്ച ചെയ്യണം. അഞ്ചാമതാണ് പറഞ്ഞത് ഒന്നാം തലാഖ്. മൂന്നാം തലാഖല്ല, ഒന്നാം തലാഖ്. അതൊക്കെ പഠിപ്പിച്ചു കേട്ടോ. ഇവിടെ എന്താ ചെയ്യുന്നത്? ഇവിടെ ആയി തന്നെ എന്താ ചെയ്യുന്നത്? ഭാര്യ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ മുസ്ലിം സമുദായത്തിൽ എല്ലാമെങ്കിലും ബാക്കിയുള്ളവരല്ലോ കാലുകൊണ്ട് ഒറ്റ ചവിട്ട് ഇറങ്ങിപ്പോടി നേരെ കൊണ്ട് അല്ലാഹ് ഖലാസ്. അതിനാണ് തലാഖ്, വിവാഹമോചനം. എടാ 50ഓളം സിനിമ നടീനടന്മാര് വിവാഹമോചനം നടത്തിയില്ലേ? എന്റെ കേരളക്കരയിലുള്ള മുത്തലാഖിനെതിരെയുള്ള സംവാദങ്ങൾ നടക്കുമ്പോ അവരാരും ഇത് കണ്ടില്ല എന്ന് നടിക്കുന്നത് എന്താണ്? 50ഓളം സിനിമാ നടന്മാര് അവസാനം ഒന്ന് കഴിയുമ്പോ വേറൊന്ന്. മഞ്ജു വാര്യർ കഴിയുമ്പോൾ കാവ്യ മാധവൻ സൗന്ദര്യമുള്ളതിനെയും ശാരീരിക ബോഡിയുള്ളതിനെയൊക്കെ നോക്കി പിന്നെ വിവാഹം കഴിക്കാം. മെലിഞ്ഞതിനെയൊക്കെ വേണ്ട, ഔട്ട്, പൊയ്ക്കോ. ഇവിടെ ആരെങ്കിലും ചർച്ച ചെയ്യുന്നുണ്ടോ? ഏതെങ്കിലും മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ടോ? ഏതെങ്കിലും പണ്ഡിതന്മാർ ഈ വിഷയങ്ങൾ എടുത്തിട്ട് പറയുമ്പോൾ ആർക്കെങ്കിലും ഇതിനെതിരെ ഒന്ന് ശബ്ദിക്കാൻ ആർക്കെങ്കിലും കഴിയുന്നുണ്ടോ? ചിന്തിക്കാത്തത് ഒന്നല്ല 50ഓളം. നിങ്ങൾ യൂട്യൂബിൽ ചുമ്മാ ഒന്ന് പരതിയാൽ മതി. യൂട്യൂബിൽ ചുമ്മാ ഒന്ന് കയറിയിട്ട് നോക്കണം എത്ര നടിമാരാണ് ഈ രീതിയിൽ പോയിട്ടുള്ളത്, വിവാഹമോചിതരായിട്ടുള്ളത്. അടിച്ചു നോക്ക്, അപ്പൊ കാണിച്ചു തരും. വീഡിയോ ക്ലിപ്പ് ഉൾപ്പെടെ 50-60 നടിമാർ. 50 അവര് പറയുന്നത് പഴയകാല നടന്മാരും ഉൾപ്പെടെ വിവാഹം കഴിച്ചിട്ട് പോയിട്ടുള്ള വിവാഹമോചന കേസ്. ഇവിടെ ആർക്കും ഒരു കുഴപ്പമില്ല. ഇപ്പോഴും അവരുടെ പുറകെ നമ്മൾ നിൽക്കുന്നു മുസ്ലിം സഹോദരങ്ങൾ. അള്ളാഹു ആക്കട്ടെ. അവര് പറയുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പൊക്കി പിടിക്കും. ഉസ്താമാര് പറയുന്നത് ആർക്കൊന്നുമില്ല, ദീൻ പറയുന്നത് ആർക്കൊന്നും വേണ്ട. എവിടെ എത്തിപ്പോയി? അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധ ഇസ്ലാമിലൂടെ വ്യക്തമാക്കുകയാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലയോ, തലാഖ് ചെല്ലുന്നവന് അള്ളാഹുവിന്റെ ദീനിൽ ഒരു കൂലിയും അവന് നൽകുന്നില്ല. ചില ആളുകൾ പറയും മുത്തലാഖിനെ ഇവിടെ പ്രോത്സാഹിപ്പിക്കുന്നു മതത്തിൽ നിന്ന്. മുത്തലാഖ് എന്ന് പറഞ്ഞാൽ തലാഖ് ചെല്ലാൻ ഒരു പെണ്ണിനെ തലാഖ് ചെല്ലാൻ നിനക്ക് 10 സ്വർഗ്ഗമുണ്ടോ എന്ന് ഏതെങ്കിലും ഖുർആൻ പറഞ്ഞിട്ടുണ്ടോ? എന്ത് വിട്ടിത്തായി പറയുന്നത്? എടാ, ത്വലാഖ് ചെല്ലുന്ന ഒരു പുരുഷൻ ഒരു പാവപ്പെട്ട പെണ്ണിനെ ത്വലാഖ് ചെല്ലുന്നതിന് മുമ്പ് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ 4 ഓപ്ഷനുകൾ നൽകിയിട്ടുണ്ട്. ലോകത്ത് ഏത് മതത്തിന് വിശുദ്ധ ഇസ്ലാം അല്ലാതെ വേറെ ഏത് മതത്തിന് ഇത് അവകാശപ്പെടാൻ സാധിക്കും? ഒരു മതത്തിനും ഇല്ല. ബാക്കിയുള്ള മതത്തിലേക്ക് വിവാഹമോചനമാണ് ആദ്യം തന്നെ. വിശുദ്ധ ഇസ്ലാം ആ 4 കാര്യങ്ങൾ പറഞ്ഞു. ആ 4 കഴിഞ്ഞിട്ട് വീണ്ടും 5ാമതായി പറയുന്നത് 3 തലാഖല്ല, 1-ാം തലാഖാണ്. 1-ാം തലാഖ്. അത് കഴിഞ്ഞ് 2-ാം തലാഖ്. അത് കഴിഞ്ഞിട്ടാണ് 3-ാം തലാഖ്. ഇതൊക്കെ പഠിക്കണ്ടേ? ലോകത്തൊരു മതത്തിലും ഇല്ല. അതിന് അങ്ങനെ 3 തലാഖ് അതൊക്കെ പറഞ്ഞുതരാം. അതിനു മുമ്പ് ആദ്യം ഇതെന്തിനാണ്? ഏത് ഉപദേശം? അതുപോലെ തന്നെ ശാരീരിക ബന്ധത്തിൽ വേർപെടുത്തുക. അതെന്താണ്? അത് സമയമെടുത്ത് ഘട്ടം ഘട്ടമായിട്ട് ചെയ്യണം. അഥവാ ഭാര്യയെ നിന്റെ സ്വന്തം ഭാര്യയാണ്, ഇണയാണ്, സഖിയാണ്, അവളെ വേഗം തന്നെ നീ ഒഴിവാക്കാൻ പാടില്ല. അവളുമായിട്ട് നീ വീണ്ടും പിന്നെയും എങ്ങനെയെങ്കിലും ഒരുമിക്കാൻ കഴിയുമെങ്കിൽ ഒരുമിച്ച് തന്നെ പോകണം. അതിനുള്ള ഓപ്ഷനുകളാണ് വിശദീകരിച്ചത്. വേറെ ഒരു മതത്തിലുമില്ല. അതിൽ തന്നെ 1-ാം തലാഖ് ചെല്ലുമ്പോൾ തന്നെ ഉലമാക്കൾ വ്യക്തമാക്കുന്നു, 1-ാം തലാഖ് ചെല്ലുന്ന സന്ദർഭത്തിൽ തന്നെ പെണ്ണിന് ശുദ്ധി ഉണ്ടായിരിക്കൽ അനുവദനീയമാണ്. ഇവിടെ ശ്രദ്ധിക്ക്. തലാഖ് ഇഷ്ടം പോലെ ഉണ്ട്. പഠിപ്പിച്ചുതരാം. തലാഖ് തന്നെ ഉണ്ട്. സുന്നി, ബിദ്ഈ, കറാഹി, ഹറാം തുടങ്ങിയ വിഷയങ്ങൾ തലാഖിന് തന്നെ വ്യത്യസ്തമായ രീതിയിൽ ഘട്ടങ്ങളുണ്ട്. ഉലമാക്കൾ വ്യക്തമാക്കുക. ഇതിൽ സുന്നിയായ ത്വലാഖ് എന്ന് പറഞ്ഞാൽ, അഥവാ ഏറ്റവും നല്ല രീതിയിലുള്ള ത്വലാഖ്, വിവാഹമോചനം എന്ന് പറഞ്ഞാൽ, അവന്റെ പ്രിയപ്പെട്ട ഭാര്യയെ ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ ചെയ്തിട്ട് ഉപദേശിച്ചു നോക്കി, ശാരീരിക ബന്ധത്തിൽ വേർപെടുത്തി നോക്കി, അടിച്ചു നോക്കി, മുറിവ് പറ്റാതെ അടിച്ചു നോക്കി, അതിനുശേഷം ചർച്ച ചെയ്ത് നോക്കി, ഇതെല്ലാം ഒരുപാട് കാലങ്ങൾ ചെയ്തു നോക്കി, എന്നിട്ടും റെഡിയാകുന്നില്ല എങ്കിലാണ് ത്വലാഖ്. ഇത് തന്നെ ചെയ്യുന്നത് ഒറ്റ രാത്രി കൊണ്ടല്ല. അതും മനസ്സിലാക്കണം.
4 കാര്യങ്ങൾ ഉസ്താദ് ചെയ്യണമെന്ന് പറഞ്ഞു. നിന്നെ എനിക്ക് തലാക്ക് ചെല്ലുകയും വേണം. എന്നാൽ പിന്നെ വേഗം ഒരു 5 മിനിറ്റ് കൊണ്ട് വേമ്പ എന്നിട്ട് 5 മിനിറ്റ് ഉപദേശം, എൻ്റെ 10 മിനിറ്റ് ചവിട്ടി മാറ്റി നിർത്തിയിട്ട് മാറിക്ക്, കടപ്പറയിൽ നിന്ന് മാറ്റി നിർത്തി, മുഖത്തൊരടി കൊടുത്തു, മുറിവ് പറ്റുന്നില്ല, റാഹത്ത്, ഓക്കെ. അത് കഴിഞ്ഞു വാപ്പായെ വിളിക്കും, ഉപദേശിച്ച് 10 മിനിറ്റ്, അന്ന് രാത്രി തന്നെ 1-ാം തലാക്ക്. പറ്റുമോ? അതല്ല ഈ പറയുന്നത്. ഇതൊക്കെ മാസങ്ങൾ, ദിവസങ്ങൾ, വർഷങ്ങൾ എടുക്കും. അതുകൊണ്ടാണ് വിശുദ്ധ ഇസ്ലാം ഇത്രത്തോളം പറയുന്നത്. ഭാര്യ തലാക്ക് ചെല്ലാനല്ല ഈ പറയുന്നത്. അവൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അധിഷ്ഠിതമായ ജീവിതം നയിക്കുകയാണ് എങ്കിൽ ഈ രീതിയിൽ വർത്തിക്കണം. 1-ാം തലാക്ക് ചെല്ലുമ്പോൾ പെണ്ണിന് ശുദ്ധി ഉണ്ടാവണം, അഥവാ അശുദ്ധിയുടെ കാലഘട്ടത്തിലാകരുത്. ആർത്തോ പീരീഡ് ടൈമിലാകാൻ പാടില്ല, അശുദ്ധിയുടെ കാലഘട്ടത്തിലാകാൻ പാടില്ല എന്ന് മാത്രമല്ല, ആ ശുദ്ധിയുള്ള കാലഘട്ടത്തിൽ തന്നെ അവളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാനും പാടില്ല. ഫുഖഹാക്കൾ വ്യക്തമാക്കണം, പണ്ഡിതന്മാര് പഠിപ്പിക്കും. ഷാഫി മദ്ഹബിലെ പ്രബല അഭിപ്രായം അനുസരിച്ച് ഇമാം നവവി തങ്ങൾ ശറഹുൽ മുഹദ്ദബിലൂടെ വ്യക്തമാക്കുകയാണ്, അവളുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ആ അശുദ്ധിയുടെ ആ ശുദ്ധിയുള്ള കാലയളവിൽ ബന്ധപ്പെട്ടതുമാകരുത് എന്ന് പറഞ്ഞാൽ, ശുദ്ധിയുള്ള കാലയളവാണ് പെണ്ണിന്. ആ കാലയളവിൽ അവളുമായി ബന്ധപ്പെട്ട് ഉടനടി തന്നെ ഭർത്താവ് തലാക്കിലുമോ പെണ്ണിനൊരു മാനസിക വിഷമം. കാരണം എന്താണ്? ഞാനുമായി കഴിഞ്ഞ ദിവസം ബന്ധപ്പെട്ടിട്ട് എന്നെ പെട്ടെന്ന് തലാക്ക് ചൊല്ലിക്കളഞ്ഞല്ലോ ഇദ്ദേഹം. അതുകൊണ്ട് ആ പെണ്ണിനെ അങ്ങനെ മനോവിഷമത്തിലേക്ക് പോലും നീ കൊണ്ടുപോകരുത്. വിശുദ്ധ ഇസ്ലാം. ലോകത്ത് ഇതുപോലൊരു മതം ഇല്ലെന്ന്, ഇതുപോലൊരു ആശയം പറയുന്ന മതം വേറൊന്നുമില്ല. ഇത് പഠിക്കണം. ഇത് പഠിക്കാത്തോണ്ടാണ് നമ്മൾ ഇങ്ങനെ ടിവിയിലൊക്കെ ചാനൽ മുത്തലാഖ്, ശരിയാണല്ലോ മുത്തലാഖ്, എന്താണിത്, ഇത്ര വലിയ പാതകം, വലിയ തെറ്റാണിത്. ശരിയാണ് ഈ പറയുന്നത് കേട്ടോ. കുറെ വിവരമില്ലാത്ത ആളുകൾ തട്ടയിട്ടതാകുന്ന സഹോദരിമാരുൾപ്പെടെ കയറി എന്നിട്ട് ഇങ്ങനെ പറയുക, ദീനിനെതിരെ ഇങ്ങനെ പറയുക, തലാഖൊന്നും ഖുർആനിലില്ല, ഹദീസിലില്ല. ഖുർആൻ പഠിക്കണ്ട. ഖുർആനിലൊരു സൂറത്ത് തന്നെ ഇല്ലേ അത്തലാഖ്, അതൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ. ഖുർആനിലൊരു സൂറത്തിന്റെ പേരെന്താണ്? അത്വലാഖ്. അത് പഠിച്ചു. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആലക്കറിയാം ഇതുപോലെ കുറെ വിവരമില്ലാത്ത ആളുകൾ ഇറങ്ങി വരും. തലാഖിനെ കുറിച്ചൊന്നും ഖുർആനിൽ പറഞ്ഞിട്ടില്ല കുറെ ആളുകൾ പറയുക, ചാനലിൽ കരുന്നിട്ട് ഒരു വിവരമില്ലാതെ പറയാണ്, ഒന്നും ലോകം കാണുന്നില്ല. എന്താണ് ഈ പറയുന്നത്? അത് തട്ടയിട്ട മുസ്ലിം സഹോദരിമാർ. ഇത് കേൾക്കുമ്പോൾ അന്യമതസ്ഥരാകുന്ന ആളുകൾ വരെ ഊറിച്ചിരിക്കുകയാണ്. അവരൊക്കെ പറയാം, കണ്ടതാ ആ താത്ത പറയുന്ന കണ്ടോ, തലാഖൊന്നും മുസ്ലിം ഇല്ല, കുറെ ഉസ്താദുമാർ കെട്ടിച്ചമച്ചാണെന്ന്. ഖുർആനില്ലേ? ഖുർആനിലൊരു സൂറത്തിന്റെ പേര് തന്നെ അത്വലാഖ് എന്നാണ്. ഒരു സൂറത്തിന് പേരിട്ടിരിക്കണം. 114 സൂറത്തെ ആകുള്ളൂ, അതിലൊരു സൂറത്തിന്റെ പേര് തന്നെ അത്വലാഖ്. ആയത്തിൽ തന്നെ മുഴുവനും പ്രതിപാദിക്കുന്നത് ത്വലാഖുമായി ബന്ധപ്പെട്ട വിഷയം. അതിൽ തന്നെ ഖുർആൻ പറയുന്നത് എന്താണ്? 3-ാം തലാഖ് എന്ന് ഖുർആൻ പറയുന്നതേ ഇല്ല. കാരണം അതിലേക്ക് നിങ്ങൾ എത്തരുത് എന്നുള്ളതാണ് ഖുർആൻ വ്യക്തമായി സൂചന നൽകുന്നത്. ചില ആളുകൾ അതാ പിടിക്കുന്നത്, 3-ാം തലാഖ് ഖുർആൻ പറഞ്ഞിട്ടില്ല എന്ന്. ഖുർആൻ പറഞ്ഞിട്ടില്ല എന്നല്ല, ഖുർആൻ പറഞ്ഞത് വ്യക്തമായ രീതിയിലല്ല, അത് ഒളിച്ചും മറച്ചുമാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. കാരണം എന്താണ്? ആ 3-ാം തലാഖിലേക്ക് നിങ്ങൾ പോകേണ്ടതില്ല, 2 കൊണ്ട് നിങ്ങൾ മതിയാക്കണം. കാരണം 2 കൊണ്ട് മതിയാക്കിയാലുള്ള ഗുണങ്ങൾ എന്താണ്? നിന്റെ പ്രിയപ്പെട്ട ഭാര്യ ശുദ്ധിയുള്ള കാലഘട്ടത്തിൽ നീ അവളെ ത്വലാഖ് ചൊല്ലിയാൽ അവൾക്ക് പിന്നെ ഒരു മാസക്കാലയളവ് അവൾക്കുണ്ടാകുന്നത് 3 ശുദ്ധിയുടെ കാലയളവിൽ അതിനു മുമ്പായിട്ട് അവളെ നിനക്ക് തിരിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കാലയളവ്, ഇദ്ദയുടെ കാലയളവ് ഉലമാക്കൾ നിനക്ക് നൽകുകയാണ്. ആ കാലയളവിനുള്ളിൽ നിന്റെ പ്രിയപ്പെട്ട ഭാര്യ നിനക്ക് തിരിച്ചെടുക്കാൻ പറ്റും. എങ്ങനെ തിരിച്ചെടുക്കാം? നിന്നെ ഞാൻ 1-ാം തലാഖ് ചൊല്ലി എന്ന് പറഞ്ഞുകൊണ്ട് ശുദ്ധിയുള്ള കാലയളവിൽ ഒരു പുരുഷൻ ഒരു പെണ്ണിനെ ത്വലാഖ് ചൊല്ലി മാറ്റി നിർത്തുകയും ഒരു മാസക്കാലയളവിൽ തന്നെ ആ പെണ്ണിനെ ഞാൻ ത്വലാഖ് ചൊല്ലിയല്ലോ എന്നുള്ളതാകുന്ന ഖേദം അവന്റെ മനസ്സിൽ രൂഢമൂലമാകുന്ന സമയത്ത് പെണ്ണിനെ പെട്ടെന്ന് തന്നെ തിരിച്ചു വന്നിട്ട് റജഅതുകി, നിന്നെ ഞാൻ തിരിച്ചെടുത്തിരിക്കുന്നു എന്നുള്ള ഒറ്റ പദത്തിലൂടെ ആ പെണ്ണിനെ തിരിച്ചെടുക്കാൻ പറ്റും. ഇത് 1-ാം തലാഖിലൂടെയും 2-ാം തലാഖിലൂടെയും പറ്റുന്നതാണ്. ഈ 2 തലാഖും ചൊല്ലി അത് കഴിഞ്ഞിട്ടും പിന്നെയും അവന്റെ പ്രിയപ്പെട്ട ഭാര്യ പിന്നെ അവൻ 3-ാം തലാഖ് വീണ്ടും ചെല്ലുകയാണ് എങ്കിൽ തലാഖ് കളിതമാശയല്ല. തലാഖ് 3-ാമത്തെ ചെല്ലുന്നതോടുകൂടി അവൻ ആ പെണ്ണ് ഹറാമായി തീരുന്നതാണ്, അന്യ പെണ്ണായി തീരുന്നതാണ്. ചെല്ലുമ്പോ തന്നെ എങ്ങനെ അല്ലണം? പെണ്ണിന് ശുദ്ധി ഉണ്ടായിരിക്കണം. ആ ശുദ്ധിയിൽ തന്നെ അവളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടതുമാകരുത്. ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഖുർആൻ പറഞ്ഞത് എന്താണ്? ഖുർആൻ പറഞ്ഞത് 3 തലാഖ് എന്ന് പറഞ്ഞില്ല, 2 തലാഖ് എന്ന് എടുത്തു പറഞ്ഞു. കാരണം എന്താണ്? മടക്കിയെടുക്കാൻ പറ്റുന്ന ത്വലാഖ് 2 എണ്ണമാണ്. അതാണ് നിങ്ങൾ പഠിക്കേണ്ടതും. അതിലേക്ക് നിങ്ങൾ പോയാൽ മതി എന്ന അർത്ഥത്തിലുമാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അത്വലാഖു മറതാൻ, അത്വലാഖു മറതാൻ, ഫഇംസാകും ബിമഅറൂഫ് ഔ തസ്രീഹും ബിഹ്സാൻ
ولا يحل لكم أن تأخذوا مما آتيتموهن شيئا إلا أن يخافا ألا يقيما حدود الله وإن خفتم ألا يقيما حدود الله فلا جناح عليهما فيما افتدت به تلك حدود الله ومن يتعد حدود الله فأولئك هم الظالمون. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായ രീതിയിൽ പഠിപ്പിച്ചു തരുകയാണ്. അല്ലയോ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ, നിങ്ങളുടെ ഭാര്യമാർ നിങ്ങളോട് പിണക്കം വെച്ചാൽ ഉപദേശത്തിലൂടെ നന്നായില്ല, ശാരീരിക ബന്ധം വേർപെടുത്തിലൂടെ രണ്ടാം ഘട്ടത്തിലൂടെ അവൾ നന്നായില്ല, മുറിവ് പറ്റാത്ത നിലയിലുള്ള അടി കൊടുത്തു നോക്കി, എന്നിട്ടും അവൾ നന്നാകുന്നില്ല, നിന്റെ കുടുംബക്കാരും അവരുടെ കുടുംബക്കാരും തമ്മിൽ നാലാമതായി ചർച്ച ചെയ്ത് നോക്കി, എന്നിട്ടും നന്നാകുന്നില്ലെങ്കിൽ ഒന്നോ രണ്ടോ തലാക്ക് ചെല്ലണേ, ഒന്നോ രണ്ടോ തലാക്ക് കൊണ്ട് മതിയാക്കണേ. അത്വലാഖു മറതാൻ, അത്വലാഖു മറതാൻ. ഒന്നോ രണ്ടോ തലാക്ക് കൊണ്ട് മതിയാക്കുക. എന്താ അങ്ങനെ ചെയ്താലുള്ള ഗുണം? അങ്ങനെ ചെയ്താലുള്ള ഗുണം, ആ രണ്ട് തലാക്ക് ചൊല്ലിക്കഴിഞ്ഞാലും പെണ്ണിനെ തിരിച്ചെടുക്കൽ അവൻ അനുവദനീയമാവും. നല്ലതുപോലെ ശ്രദ്ധിക്കണം. ഇത് നിങ്ങൾക്ക് സാധാരണ കിട്ടാത്ത ക്ലാസ്സാണ്. അതുകൊണ്ടാണ് ഞാൻ സമയം എടുത്തിട്ട് സമയം കഴിഞ്ഞിട്ടും പറയുന്നു. തിരിച്ചെടുക്കൽ അനുവദനീയമാണ്. എന്നാൽ ഇവൻ കളിതമാശ വെച്ചിട്ട് മൂന്നാമത് വീണ്ടും തലാക്ക് ചെല്ലുകയാണ്. നിന്നെ ഞാൻ 3 തലാക്ക് ചെല്ലിന്ന് ഒരാൾ പറഞ്ഞാലോ, സുബ്ഹാനല്ലാഹ്, ആ പെണ്ണ് അവന് ഹറാമായി തീരുകയാണ്. പെണ്ണവന് നിഷിദ്ധമായി തീരുകയാണ്. അവർ തമ്മിലുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുകയാണ് ഒറ്റ വാക്കിലൂടെ. അഥവാ തലാഖ് എന്നുള്ള പദം തന്നെ നമ്മുടെ നാവ് കൊണ്ട് വിവാഹ ജീവിതത്തിന് ശേഷം പറയാൻ പാടില്ല എന്നർത്ഥം. അത് വേണ്ട, ആ വാക്ക് നമ്മൾ കളഞ്ഞു. മനസ്സിലാകുന്നുണ്ട്? അങ്ങനത്തെ ഒരു പദം തന്നെ നമ്മളെ പറയും. ദേഷ്യം കൊണ്ടറിയാതെ നിന്നെ 3 തലാഖിൽ എന്ന് പറഞ്ഞു പോയാൽ നാശമാണ്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് ഒരു പെണ്ണ് കടന്നു വന്നുകൊണ്ട് ലോകത്തിന്റെ നായകനോട് പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് ഒരു പെണ്ണ് കടന്നു വന്നിട്ട് നബിയോട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, ഇന്ന റിഫാഅത തല്ലഖനി ഫബത്ത തലാഖി. ന്റെ പ്രിയപ്പെട്ട ഭാര്യയാണ് ആ പെണ്ണ്, ഒരു സഹാബിയായ മനുഷ്യന്റെ ഭാര്യയാണ് പെണ്ണ്. ആ പെണ്ണ് കടന്നു വന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, റസൂലേ, എന്റെ പ്രിയപ്പെട്ട ഭർത്താവാകുന്ന റിഫാ എന്നെ ത്വലാഖ് ചൊല്ലി നബിയേ, എന്നെ മൊഴി ചൊല്ലി നബിയേ. ഫബത്ത ത്വലാഖി, 3 ത്വലാഖ് ചൊല്ലി കളഞ്ഞു നബിയേ. 3 ത്വലാഖ് ചൊല്ലി. അത് കാരണം ഉണ്ടായിട്ട് തന്നെയാണ്, അല്ലാതെ സ്വഹാബത്ത് ചെയ്യില്ലല്ലോ. കാരണം ഉണ്ടായിട്ട് ഒഴിവാക്കി. എന്നിട്ട് ഈ പെണ്ണ് വന്ന് നബിയോട് പറയാൻ, ഞാനിപ്പോൾ അബ്ദുറഹ്മാൻ ഇബ്നു സുബൈർ എന്ന് പറയുന്ന മറ്റൊരു സഹാബി വര്യനെ വിവാഹം കഴിച്ചു നബിയേ. എന്റെ പ്രിയപ്പെട്ട അഴീക്കോട് ചെട്ടിയിലുള്ള ചെറുപ്പക്കാരെ ചിന്തിക്കണേ. ഹബീബായ നബി തങ്ങളുടെ അടുക്കലേക്ക് റിഫാ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ വന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, എന്റെ ആദ്യ ഭർത്താവാകുന്ന റിഫായുമായി നല്ല രീതിയിലുള്ള ജീവിതം നയിച്ചുകൊണ്ടിരിക്കെ എന്തോ ഒരു പ്രശ്നം എന്നിൽ ഉണ്ടായപ്പോ അദ്ദേഹം എന്നെ തലാഖ് ചൊല്ലിക്കളഞ്ഞു നബിയേ. 1 തലാഖല്ല, 2 തലാഖല്ല, ഫബത്ത തലാഖി, 3 തലാഖ് ചൊല്ലി ഞാനുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ചു കളഞ്ഞു നബിയേ. അബ്ദുറഹ്മാൻ ഇബ്നു സുബൈർ, എന്റെ ഇത്തയുടെ കാലഘട്ടത്തിന് ശേഷം ഞാനിതാ അബ്ദുറഹ്മാൻ ഇബ്നു സുബൈറിനെ വിവാഹം കഴിച്ചു നബിയേ. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, എന്നിട്ടോ എന്താണ് പ്രശ്നം? അല്ലയോ പ്രിയപ്പെട്ട പെങ്ങളെ, എന്താണ് കാര്യം, എന്താണ് പറയണേ? അപ്പോഴാണ് ഇർഫാ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ പറയുന്നത്, അല്ലാഹുവിന്റെ റസൂലേ, ഇപ്പോഴുള്ള അബ്ദുറഹ്മാൻ ഇബ്നു സുബൈറുമായി എന്റെ ജീവിതം റാഹത്തല്ല, റാഹത്തല്ല. വഹുവ കഹുദൈലി സൗബിലി, മഹദി അവറുകൾ തന്റെ ശരീരത്തിൻ്റെതാകുന്ന തുണിയിട്ടിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ ആട്ടിക്കാണിച്ചുകൊണ്ട് നബി തങ്ങളോട് പറയുകയാണ്, വഹുവ കഹുദൈലി
സൗബിലി, ഈ വസ്ത്രത്തിന് തുണിയുടെ കോന്തല് പോലെയാണ്. അഥവാ അദ്ദേഹം ഇന്നീനാണ്, ഒരു കാര്യവും അദ്ദേഹത്തെ കൊണ്ട് നടക്കുന്നില്ല. അഥവാ രാത്രിയിൽ രണ്ടാം വിവാഹം കഴിച്ച അബ്ദുറഹ്മാൻ ഇബ്നു സുബൈറുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടണമെന്നുള്ള ആഗ്രഹവുമായിട്ട് ഞാൻ നിലകൊള്ളുമ്പോ അദ്ദേഹം എന്റെ അടുക്കലേക്ക് കടന്നു വരികയോ ഞാനുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയോ ചെയ്യുന്നില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആ പെണ്ണിത് പറഞ്ഞു കഴിഞ്ഞപ്പോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് റിഫാ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയായിരുന്ന അബ്ദുറഹ്മാൻ ഇബ്നു സുബൈറിന്റെ ഭാര്യയായ ഇപ്പോഴത്തെ ഭാര്യയാകുന്ന പെണ്ണിനോട് അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു അത്രേ, അല്ലയോ പ്രിയപ്പെട്ട പെങ്ങളെ, നിനക്ക് ആദ്യ ഭർത്താവാകുന്ന റിഫായിലേക്ക് തന്നെ തിരിച്ചു പോകണമെന്നുള്ള ആഗ്രഹമുണ്ടല്ലേ? ഒന്നാമത്തെ ഭർത്താവാകുന്ന റിഫായിലേക്ക് പോയാൽ കൊള്ളാന്ന് നിനക്ക് ആഗ്രഹമുണ്ടല്ലേ? മൂപ്പരാകുമ്പോ ഈ കാര്യത്തിലൊക്കെ ഉഷാറായിരുന്നു. മൂപ്പരി കാര്യത്തിലൊക്കെ ഉഷാറായിരുന്നു. ശാരീരിക ബന്ധത്തിന്റെ പ്രശ്നത്തിൽ ഒരു വിഷയമില്ല. ഇപ്പൊ രണ്ടാമത്തെ ഭർത്താവായപ്പോ നിന്നെ അദ്ദേഹം പരിഗണിക്കുന്നില്ല. മൂപ്പരെപ്പോഴും നിസ്കാരം ബാത്തും. ഇപ്പൊ നീ ആകെ കുടുങ്ങി. ഇപ്പൊ നിനക്ക് ആദ്യ ഭർത്താവിലേക്ക് പോയാൽ കൊള്ളാന്ന് നിന്റെ മനസ്സിലൊരു ആഗ്രഹം അല്ലെ? അതിനല്ലേ ഇപ്പൊ നീ എന്നോട് ഇത് ചോദിക്കുന്നത്? ഹബീബ് റസൂലുള്ളാഹി. ഈ പെണ്ണിന് നാണമൊന്നുമില്ല, നാണമില്ലാതെ ചോദിക്കണം. അങ്ങനെ ചോദിക്കണം, നിന്റെ വിഷയത്തിൽ മടിച്ചിരിക്കാൻ പാടില്ല. മറയിൽ നിന്ന് ഇങ്ങനെ ചോദിക്കാൻ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറയിൽ നിന്ന് ഇങ്ങനെ മറുപടിയും കൊടുത്തു. നബി കൊടുക്കും. എന്തോ കൊടുത്തു? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അത്രേ, ലാ ലാ ഇല്ലാ അൻ തദൂഖി വസൈലതഹു വയദൂക വസൈലതകി. പാടില്ല പൊന്നുമോളെ, പാടില്ല പൊന്നുമോളെ, നിന്റെ പ്രിയപ്പെട്ട ഭർത്താവാകുന്ന ഇപ്പോഴത്തെ ഭർത്താവാകുന്ന അബ്ദുറഹ്മാൻ ഇബ്നു സുബൈറുമായി നീ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാതെ, അവൻ നിന്റെ മധു നുകരാതെ, നീ അവരുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് അവരുമായിട്ടുള്ള മധുവിധി ആഘോഷിക്കാതെ, അവൻ നിന്നെ സ്വമേധയാ ത്വലാഖ് ചെല്ലാതെ നിനക്ക് ആദ്യ ഭർത്താവാകുന്ന റിഫായിലേക്ക് പോകാൻ പറ്റൂല എന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? ഒന്നാമത്തെ ഭർത്താവാകുന്ന റിഫായിലേക്ക് നിനക്ക് പോകണമെന്ന് ഇപ്പൊ ഒരാഗ്രഹം, അത് പറ്റൂല. ഇപ്പോഴുള്ള നിന്റെ ഭർത്താവുമായിട്ട് നീ ഇനി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് അദ്ദേഹം സ്വമേധയാ നിന്നെ ത്വലാഖ് ചെല്ലണം, അല്ലാതെ പറ്റൂല. ഇവിടെ ചില ആളുകളൊക്കെ 3 ത്വലാഖ് ചൊല്ലി അറിയാതെ പെട്ടുപോയിട്ട് ഈ മസല കേട്ട് കഴിയുമ്പോൾ കൂട്ടുകാരനോട് പറയും, നമ്മുടെ പെണ്ണുമ്പോളെ ഒന്ന് കെട്ടിയിട്ട് നിങ്ങളൊന്ന് റാഹത്താക്കിക്കോ, റാഹത്താക്കിയതിന് ശേഷം നമുക്കൊന്ന് ഇങ്ങോട്ട് എന്ത് ചെയ്താൽ മതി, 3 ത്വലാഖ് ചൊല്ലിയിട്ട് നമുക്കിങ്ങ് തന്നേക്ക്. കാരണം ദീൻ പറഞ്ഞനുസരിച്ച് തന്നെ ചെയ്യാൻ. അങ്ങനെ പറ്റൂല, അത് പറ്റൂല. അവന് സ്വമേധയാ തലാക്കലാണ്. അല്ല നിങ്ങൾ തമ്മിൽ ഒരു 15,000 റുപ്യ കൊടുത്തിട്ട് ഇടപാട് ചെയ്തിട്ട് നീ 3 തലാക്ക് തിന്നിട്ട് ഇങ്ങ് തന്നേക്ക്, നിങ്ങൾ തമ്മിൽ ബന്ധമൊക്കെ പെട്ടോ, ഒന്നും വിഷയമൊന്നുമില്ല, എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നീ ഇങ്ങോട്ട് ഒഴിവാക്കി തന്നേക്ക് എന്ന് പറയാൻ പറ്റൂല. കാരണം എന്താ? ത്വലാക്ക് നീ 3 എണ്ണം ചെല്ലിയാൽ നീ ഇടങ്ങേറിലാകും. നിനക്കത് ബുദ്ധിമുട്ടാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് കൊണ്ടാണ്, ലാ ഇല്ലാ തദൂഖി വസൈലതഹു വയദൂക വസൈലതകി. അല്ലയോ പ്രിയപ്പെട്ട പൊന്നുമോളെ, അല്ലയോ പ്രിയപ്പെട്ട പൊന്നുമോളെ, അബ്ദുറഹ്മാൻ ഇബ്നു സുബൈർ എന്ന് പറയുന്ന നിന്റെ ഇപ്പോഴത്തെ ഭർത്താവുണ്ടല്ലോ, അദ്ദേഹമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ട് അദ്ദേഹം സ്വമേധയാ നിന്നെ ത്വലാഖ് ചൊല്ലി അതിന്റെ ഇദ്ദയുടെ കാലഘട്ടം കഴിഞ്ഞിട്ടല്ലാതെ ഒന്നാമത്തെ ഭർത്താവാകുന്ന റിഫായിലേക്ക് മടങ്ങാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി. എത്രയോ ചെറുപ്പക്കാരുണ്ട്, എത്രയോ സഹോദരങ്ങളുണ്ട് വൈവാഹിക ജീവിതത്തിൽ അറിയാതെ അബദ്ധത്തിൽ പോയി ചാടുന്നവർ. തലാഖ് തമാശയല്ല കേട്ടോ. 3 കാര്യങ്ങളെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലയോ? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് പറഞ്ഞു കൊടുക്കുകയാണ്, 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണേ സാബ, 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണേ സാബ. ജിദ്ദുഹുന്ന ജിദ്ദുൻ വഹസ്ലുഹുന്ന ജിദ്ദുൻ ശഫീഉനാ റസൂലുള്ളാഹി. അതിലെ കാര്യങ്ങൾ കാര്യം തന്നെയാണ്, അതിലെ കളിതമാശകൾ കാര്യം തന്നെയാണെന്ന് ഹബീബായ റസൂലുള്ളാഹി. അതിലൊന്നാദ്യമായി അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, പെങ്ങളെ പഠിച്ചു വെക്കണേ എന്റെ പ്രിയപ്പെട്ട മംഗമാരെ, മുസ്ലിം പ്രിയപ്പെട്ട സഹോദരിമാര്, പരിശുദ്ധമാക്കപ്പെട്ട ശരീഅത്ത്
വ്യക്തമായ രീതിയിൽ പഠിക്കണേ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സലാസുൻ, 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണേ. ജിദ്ദുഹുന്ന ജിദ്ദുൻ വഹസ്ലുഹുന്ന ഹസ്ലുൻ. അതിലെ കാര്യങ്ങൾ കാര്യം തന്നെയാണ്, അതിലെ കളിതമാശയും കാര്യം തന്നെയാണ്. ഏതൊക്കെയെന്നറിയുമോ ചെറുപ്പക്കാരാ? ഒന്നാമതായി അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ആദ്യമായി ലോകത്തിന്റെ നായകൻ പറഞ്ഞത് അന്നിക്കാ, വിവാഹമാണ്, വിവാഹമാണ്. ചില സഹോദരങ്ങൾ കടന്നു വന്നിട്ട് തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ തമ്മിൽ കളിച്ചുകൊണ്ട് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ, എന്റെ മോളെ, എന്റെ പ്രായപൂർത്തിയെത്തിയ മകളെ നിനക്ക് ഞാൻ വിവാഹം ചെയ്തു എന്ന് പറയുമ്പോ ആ ചെറുപ്പക്കാരൻ കേൾക്കേണ്ട താമസം, ഞാനത് സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ അത് സ്വീകാര്യമായി അവർക്കിടയിൽ നിക്കാഹ് ബന്ധം നടന്നുവെന്ന് ഉലമാക്കൾ രേഖപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കണേ, അതുകൊണ്ട് ജീവിതത്തിൽ വളരെയേറെ ശ്രദ്ധ വെച്ച് പുലർത്തണേ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാ, അത്തലാഖ്. ഒന്നാമത് നിക്കാഹാണെങ്കിൽ രണ്ടാമത് തലാഖാണ്. ഒരു പാവപ്പെട്ട സഹോദരൻ തന്റെ പ്രിയപ്പെട്ട ഭാര്യയാണ്, അവളെ അടുത്ത് വിളിച്ചിരുത്തിയിട്ട് തമാശയ്ക്ക് വേണ്ടി പറഞ്ഞാൽ പോലും, നിന്നെ ഞാൻ 3 തലാഖ് ചൊല്ലി പെണ്ണേ എന്ന് ആ പാവപ്പെട്ട പെണ്ണിനോട് നിന്റെ വാഗൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലയോ പൊന്നുമോനെ, നിങ്ങൾക്കിടയിലുള്ള ജീവിതം എന്നേക്കുമായി ഹറാമായി. പിന്നെ നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുമായിട്ടുള്ള ബന്ധം നിനക്ക് ഹലാലായ മാർഗത്തിലൂടെ ആകണോ? നിനക്ക് വിവാഹ ജീവിതത്തിലൂടെ കൊണ്ടുവരണോ? നിന്റെ പ്രിയപ്പെട്ട ഭാര്യ മറ്റൊരുത്തനുമായിട്ടുള്ള ബന്ധത്തിലൂടെ കഴിഞ്ഞതിന് ശേഷം, അഥവാ നീ തലാഖ് ചൊല്ലിക്കഴിഞ്ഞ് അവളുടെ ഇത്തയുടെ കാലഘട്ടം കഴിഞ്ഞ് മറ്റൊരു പുരുഷനുമായി വിവാഹബന്ധം കഴിച്ച് അവനുമായി ശാരീരിക ബന്ധത്തിലേർപ്പെട്ട് അവൻ സ്വമേധയാ തലാഖ് ചൊല്ലി അതിന്റെ ഇത്തയും കഴിഞ്ഞിട്ടല്ലാതെ നിനക്ക് ഹലാലാവൂല. ജിദ്ദുഹുന്ന ജിദ്ദുൻ വഹസ്ലുഹുന്ന ഹസ്ലുൻ ശഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. കളി തമാശ പാടില്ല. എന്ത് വിഷയത്തിൽ? നിക്കാഹിന്റെ വിഷയത്തിൽ, തലാഖിന്റെ വിഷയത്തിൽ. മൂന്നാമതായി റസൂലുള്ളാഹി പറയുകയാണ്, റജഅന്റെ കാര്യം, അഥവാ മടക്കിയെടുക്കുന്നു എന്നുള്ളതാകുന്ന ഭാര്യയെ മടക്കിയെടുക്കുന്നുള്ളതാകുന്ന കൗലം, അത് തമാശയല്ല. അത് തമാശയിലൂടെ പറഞ്ഞാലും അത് കാര്യമായി തീരുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ 3 കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് കളിതമാശയ്ക്ക് പറഞ്ഞാലും ഒരു കൂട്ടുകാരൻ പറയാ, എടാ എന്റെ മോളെ നിനക്ക് വിവാഹം ചെയ്തു, അതുകൊണ്ടാണ് അവൻ പറഞ്ഞു ഞാൻ സ്വീകരിച്ചു. അതുകൊണ്ടല്ലേ വേറെ ആരും ഇടയ്ക്ക് അറിയിക്കാൻ വേണ്ടി ഖാദിയാർ എന്ത് ചെയ്യുന്നത്, പെണ്ണിന്റെ വാപ്പാടെ കൈ പിടിച്ച് ഇറക്കന്റെ കൈക്ക് പിടിച്ച് ഇങ്ങനെ പിടിച്ചു വെച്ചിട്ട് ഖാദിയാർ എന്റെ മുകളിൽ കൈ വെച്ചിട്ട് പറയും. കാരണം എന്താണ്? ഏതെങ്കിലും ഒരുത്തൻ എന്റെ മകളെ വിവാഹം കഴിച്ചു, അൽഹംദുലില്ലാ നമ്മൾ സ്വീകരിച്ചു കേട്ടാ എന്ന് പറഞ്ഞാൽ തീർന്ന് അല്ലാഹ്. അതുകൊണ്ട് ഇവന്റെ കൈക്കാണ് പിടിച്ചിട്ട് നേരെ മുഖത്ത് നോക്കി പറയുന്നത്, ഇവന്റെ തന്നെ മുഖത്ത് നോക്കി, അപ്പുറത്തിരുന്ന് ഒരുത്ത് നമ്മൾ സ്വീകരിച്ചെന്ന് പറഞ്ഞാൽ അല്ലാഹ് പോയി. മനസ്സിലാകുന്നുണ്ടോ? സാധി നേരത്തെ പറയണ്ടായിരുന്നു, നമ്മൾ പലരും സ്നേഹിച്ച പെണ്ണുങ്ങളൊക്കെ പല വാപ്പമാര് കെട്ടിച്ചു കഴിഞ്ഞ് അറിഞ്ഞിരുന്നു നമ്മൾ അവിടെ വെച്ചത് പറഞ്ഞാലും വെച്ചത്. അതിനൊന്നും നിങ്ങൾ നിൽക്കണ്ട. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ചുരുക്കത്തിൽ തലാഖ് എന്നുള്ള പദം തന്നെ പറയാൻ പാടില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അബ്ഗദു ഇലല്ലാഹി മിനൽ ഹലാലി അത്വലാഖ്. ഈ ലോകത്തിന്റെ സൃഷ്ടികർത്താവായ, ഈ ലോകത്തിന്റെ ജഗന്നിയന്താവായ, ഈ ലോകത്തിന്റെ പരിപാലകനായ, ഈ ലോകത്തിന്റെ സർവേശ്വരനായ, ഈ ലോകത്തിന്റെ സർവാധിപതിയായ, ഈ ലോകത്തുള്ള സർവ്വജീവജാലങ്ങൾക്കും ആഹാരം കൊടുക്കുന്നവനായ പടച്ചറപ്പില്ലയോ? ആ റബ്ബിന് ഏറ്റവും ദേഷ്യമുള്ളതായ സംഗതി ഏതെന്നറിയുമോ സഹോദര? സംഗതി ഏതെന്നറിയുമോ പെങ്ങളെ? അൽമിനൽ ഹലാലി അത്വലാഖ്. ഒരു പാവപ്പെട്ട സഹോദരൻ അവന്റെ പ്രിയപ്പെട്ട ഭാര്യയെ കാരണമുണ്ടായിട്ട് തന്നെ ത്വലാഖ് ചൊല്ലലാണ്, വിവാഹമോചനം നടത്തലാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. അറിയാതെ നീ ചെയ്തു പോയാലും, അറിയാതെ നിന്റെ പ്രിയപ്പെട്ട ഭാര്യ നീ തലാഖ് ചൊല്ലിയാലും ആ തലാഖ് സംഭവിക്കുന്നതാണെന്ന് ഉലമാക്കൾ പറയുമ്പോ, അഥവാ നീ കളിതമാശയ്ക്ക് വേണ്ടി പറഞ്ഞാൽ തന്നെ ആ തലാഖ് സംഭവിക്കുന്നതാണ്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. നമ്മുടെ മക്കളെയൊക്കെ അല്ലാഹു സാലിഹീൻ ഉൾപ്പെടുത്തുമാറാവട്ടെ. എന്നോടൊരു സഹോദരൻ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ ഞങ്ങളുടെ കുടുംബത്തിലൊരു വിഷയം നടന്നു, ആ വിഷയം ഒന്ന് എങ്ങനെയെങ്കിലും ഒന്ന് സോൾവ് ആക്കണം. ഞാൻ ചോദിച്ചു എന്താ വിഷയം? വിഷയമൊന്നുമല്ല, ഞങ്ങൾ ഭാര്യയായിട്ട് ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കും, ഒരേ തളികയിലിരുന്ന് വയലൊക്കെ കേട്ടിട്ട് ഞങ്ങൾ മനസ്സിലാക്കി അനുസരിച്ച് അങ്ങനെ പോകുന്നു. ഞാൻ നിർത്താം, ഇനി നീട്ടുന്നില്ല.
ഇവിടെ ശ്രദ്ധിക്കുക, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ വലിയ അപകടമാണ്. ഈ വിഷയം നമ്മൾ പഠിക്കേണ്ടതാണ്. അൽഹംദുലില്ലാഹ്, നമ്മൾ അല്ലാഹു കബൂലാക്കുമാറാവട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അധ്യാപനങ്ങളാണ്. ഇത് പഠിക്കണേ മുഅ്മിനേ, ജീവിതത്തിൽ ഉൾക്കൊള്ളണേ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഒരു സഹോദരൻ വിളിച്ചിട്ട് പറയാ, ഉസ്താദേ, എൻ്റെ ഭാര്യ, മക്കൾ, കുടുംബാദികളൊക്കെ ഒരു തീന്മേശയിൽ ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുന്നു. അത് കേട്ടിട്ട് ഞങ്ങളൊക്കെ ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കണമെന്ന് കേട്ടിട്ട് ഞങ്ങൾ അങ്ങനെ തുടങ്ങിയതാണ്. ഞാൻ എപ്പോഴും വൈകിയാണ് വരിക, പക്ഷേ അൽഹംദുലില്ലാഹ് കുടുംബാദികളൊക്കെ ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കും. എൻ്റെ ഭാര്യയുണ്ട്, മാതാപിതാക്കൾ നേരത്തെ മരണപ്പെട്ടു പോയി, ഭാര്യയുണ്ട്, മക്കളുണ്ട്, ഒരുമിച്ചിരുന്ന് അങ്ങനെ ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ ഞങ്ങൾ ഒന്ന് രണ്ട് തമാശയൊക്കെ പറയും. അങ്ങനെ തമാശ പറഞ്ഞ് എൻ്റെ ഭാര്യ എന്നെ കളിയാക്കി, ഞാൻ ഭാര്യയെ കളിയാക്കി, ഭാര്യ വീണ്ടും എന്നെ കളിയാക്കി. എനിക്കത് നല്ലപോലെ നൊന്തു. കാരണം എന്താണ്? എൻ്റെ പ്രിയപ്പെട്ട മക്കൾ നല്ലതുപോലെ ഇരുന്ന് ചിരിച്ചു, എനിക്ക് നല്ലതുപോലെ കൊണ്ടു. ഞാൻ എഴുന്നേറ്റിട്ട് അറിയാതെ പറഞ്ഞു പോയി, നിന്നെ ഞാൻ 3 തലാക്കില്ലായിരിക്കുന്നു. എഴുന്നേറ്റെന്ന് ഒറ്റ വാക്കിന് പറഞ്ഞു. ഇനിയിപ്പോ എന്താ ചെയ്യാന്ന്? ഇനി ആ പെണ്ണ് വേറൊരുത്തം വിവാഹം കഴിക്കുന്നതിന് അതിനെ കാര്യം പഠിക്കണം. ഒരാൾ തലാക്ക് ചൊല്ലിക്കഴിഞ്ഞാൽ, 3 തലാക്ക് ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ അവന്റെ ഭാര്യയുടെ ഇദ്ദ കഴിയണം. ഇവിടെ ചില ആളുകൾ എന്ത് ചെയ്യും? ഓൻ എൻ്റെ മകളെ തലാക്കില്ല, അതുകൊണ്ട് അവൻ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് തന്നെ എൻ്റെ മകളെ കെട്ടിച്ചു വിടണം. പറ്റൂല. ആ മകളുടെ ഇദ്ദയുടെ കാലഘട്ടം കഴിഞ്ഞിട്ട് ഖിത്ബത്ത് പറ്റുള്ളൂ, കല്യാണ ആലോചന തന്നെ പറ്റുള്ളൂ. ഇതാണ് ഉലമാക്കൾ, പണ്ഡിതൻ, മുഹഖിഖുൽ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ആര് ശ്രദ്ധിക്കുന്നു ഇവിടെ? ആരാണിത് ശ്രദ്ധിക്കുന്നത്? വിവാഹമോചനം കഴിഞ്ഞു, പിറ്റേ ദിവസം അവൻ കെട്ടുന്നതിന് മുമ്പ്, അവന്റെ കല്യാണത്തിന് മുമ്പ് തന്നെ എൻ്റെ മോളെ ഞാൻ വിവാഹം കഴിപ്പിച്ചിരിക്കും എന്ന് പറഞ്ഞ് വാശി പിടിപ്പിക്കുക. എൻ്റെ മോളുടെ ഇദ്ദയുടെ കാലഘട്ടം കഴിയണം. ഇദ്ദയുടെ കാലഘട്ടം കഴിയാതെ അവളെ കൊണ്ടുപോയി നീ മറ്റൊരു വിവാഹത്തിന് വേണ്ടി കല്യാണ ആലോചന പോലും നടത്താൻ പാടില്ല. ഇതൊക്കെ ഉലമാക്കൾ പറയാം. അള്ളാഹു നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ചുരുക്കത്തിൽ തലാഖ് നിസ്സാരമല്ല, കളിതമാശയല്ല, ഗൗരവമുള്ള വിഷയമാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. ലോകത്തിന്റെ നായകന്റെ അടുക്കലേക്ക് ഒരു മനുഷ്യൻ കടന്നു വന്നിട്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, തല്ലഖതു ഇംറാതി 100 മറ. ഹബീബായ നബി തങ്ങളെ, ഞാൻ എൻ്റെ പ്രിയപ്പെട്ടതാകുന്ന ഭാര്യയെ 100 വട്ടം തലാഖ് ചൊല്ലി നബിയേ, 100 പ്രാവശ്യം തലാഖ് ചൊല്ലി നബിയേ. പഴയ ജാഹിലിയ കാലഘട്ടം, വിവരമില്ലാത്ത കാലഘട്ടം. എത്ര വട്ടം? അപ്പൊ മുത്തലാഖല്ല വിവാദം, മുത്തലാഖല്ല 100 തലാഖ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടായിരുന്നു 1400 കൊല്ലം മുമ്പ്. ഇത് കേൾക്കുന്നവരില്ല, നാളെ മുതൽ അതിനുവേണ്ടി പത്രം എഴുതിക്കോളൂ. എന്താണ് 100 തലാഖ് ചൊല്ലിയെന്ന് അള്ളാന്റെ റസൂലിന്റെ അടുക്കൽ വന്നിട്ടുണ്ട്. അപ്പൊ നബിതങ്ങൾ പറഞ്ഞു 97 പാപങ്ങൾ നിന്റെ പെരടിയിലാണ് ഹബീബ് റസൂലുള്ളാഹി. എന്താ കാരണം? 97 ശിക്ഷകൾ നിനക്കുണ്ട്. എന്താ കാരണം? അള്ളാന്റെ ഖുർആൻ പഠിപ്പിച്ചത് ആകെ അങ്ങേയറ്റം പോയാൽ 3 തലാഖാണ്. പിന്നെ നിനക്ക് എവിടുന്ന് വന്നു? ബാക്കി 97 തലാഖുകൾ. അപ്പൊ 97 പാപങ്ങൾ നിന്റെ പെരടിയിലുണ്ട് ഹബീബ് റസൂലുള്ളാഹി. വെറുതെ അങ്ങോട്ട് ചുമ്മാ തലാഖെല്ലാം പാടില്ല, വെറുതെ തലാഖെല്ലാം പാടില്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുയുടെ അടുക്കലേക്ക് ഒരു ചെറുപ്പക്കാരൻ കടന്നു വന്നിട്ട് പറയുകയാണ്, ഇബ്നു അബ്ബാസ്, തല്ലഖതു ഇംറാതി അൽഫ തത്ലീഖാ. അല്ലേ ഇബ്നു അബ്ബാസേ, അല്ലാഹുവിന്റെ റസൂലിന്റെ എളാപ്പയല്ലയോ, റസൂലുള്ളാഹിന്റെ കൊച്ചാപ്പയല്ലയോ? നിങ്ങൾ പറഞ്ഞു തരണേ, എന്റെ പ്രിയപ്പെട്ട ഭാര്യയെ ഞാൻ 1000 തലാഖ് ചൊല്ലിക്കളഞ്ഞു. 100 അല്ല, എത്ര? 1000 തലാഖ്. മുത്തലാഖല്ല ഇവിടെ പറയുന്നത്. എത്രയാണ്? 1000 തലാഖ്. 1000 തലാഖ് ചൊല്ലിയെന്ന് ഒരാൾ വന്നിട്ട് പറയുക, എന്റെ ഭാര്യ ഞാൻ എന്താ ചെയ്യണ്ടേ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഉടനെ ദേഷ്യത്തോടുകൂടി പറഞ്ഞു, അത്രേ, നിങ്ങൾ ഓരോരുത്തരും അനാവശ്യമൊക്കെ ചെയ്തു വെച്ചിട്ട് എന്റെ അടുക്കലേക്ക് കടന്നു വന്നിട്ട് ഇബ്നു അബ്ബാസ് എന്ന് ചോദിക്കും. ഇബ്നു അബ്ബാസ് എന്ന് വിളിച്ചുകൊണ്ട് എന്നോട് മസല ചോദിക്കും. ഇതൊക്കെ പ്രവർത്തിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ എന്നോട് വന്ന് മസല ചോദിച്ചുകൂടായിരുന്നോ? ദേഷ്യം കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ നാവിനെ മോശത്തരത്തിലേക്ക് കൊണ്ടുപോകരുതേ. ഏറ്റവും വലിയ ധൈര്യശാലി ആരെന്നറിയുമോ? ഏറ്റവും വലിയ ബുദ്ധിമാൻ ആരെന്നറിയുമോ? പോർക്കളത്തിലെ രണഭൂമിയിലെ തന്റെ പ്രതിയോഗിയെ മലർത്തി അടിക്കുന്നവരല്ല, മറിച്ച് ദേഷ്യം വരുമ്പോ മനസ്സിനെ കടിഞ്ഞാണിടുന്നവനാണെന്ന് ഹബീബായ റസൂലുള്ളാഹി. ലൈസ ശദീദു ബിസ്സുറാ
ഇന്നമശ്ശദീദുല്ലദീ മയ്യംലികു നഫ്സഹു ഇൻദൽ ഗളബി. ശത്രുവിനെ അടിച്ചു മലർത്തുന്നവനല്ല ഏറ്റവും വലിയ ആരോഗ്യം, ഏറ്റവും വലിയ ധൈര്യശാലി, ഏറ്റവും വലിയ തന്ത്രശാലി. പിന്നെ ആരാണ്? ദേഷ്യം വരുന്ന സമയത്ത് മനസ്സിനെ കടിഞ്ഞാണിടാൻ കഴിയണം. ദേഷ്യം വരുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത് എന്താ? നിൽക്കുന്ന സമയത്ത്, ഭാര്യയോട് ദേഷ്യം പിടിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഭർത്താവിനോട് ദേഷ്യം പിടിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം? ഇരിക്കണം. എന്നിട്ടും ദേഷ്യം മാറുന്നില്ലെങ്കിലോ കടക്കണം. എന്നിട്ടും ദേഷ്യം മാറുന്നില്ലെങ്കിലോ നേരെ പോയി ഒളു എടുക്കണം. എന്നിട്ടും ദേഷ്യം മാറുന്നില്ലെങ്കിലോ പോയി നിയ്യത്ത് വെച്ച് കുടിക്കണം. ഹബീബ് റസൂലുള്ളാഹി. എടാ, ദേഷ്യം എന്ന് പറയുന്നത് നിന്റെ ശരീരം രക്തം ഇങ്ങനെ തിളച്ച് നിൽക്കണം. ആ സമയത്ത് ചെയ്യണം നല്ല ഒളു എടുക്കുക, നല്ല വെള്ളം, നല്ല നിയ്യത്ത് വെച്ച് ഒളു എടുക്കുക. ആദ്യം ദേഷ്യം വന്ന് നീ നിൽക്കുന്ന സമയത്താണെങ്കിൽ വേഗം ദേഷ്യം വരുമ്പോൾ അങ്ങനെ കൂടി ഇരിക്കണം. എന്നിട്ടും നിനക്ക് ദേഷ്യം വരുന്നില്ല, കസേര എടുത്ത് തലക്കടിക്കാനാണ് തോന്നുന്നത്. അപ്പൊ നീ എന്ത് ചെയ്തേക്കാം? വേഗം തന്നെ വിഷയമില്ല, വലതുവശം തിരിഞ്ഞ് കടന്നേക്കാം. നമ്മുടെ സ്വാഭാവിക അവസ്ഥ പറയാണ്, മാനസിക അവസ്ഥ പറയാം. ദേഷ്യം വരുമ്പോൾ അങ്ങനെയാണല്ലോ, കൈ കിട്ടുന്ന വെച്ച് അടിക്കും. അവളുടെ മൊബൈൽ ഫോണൊക്കെ വരച്ച് ദൂരോട്ട് എറിയും. പിന്നെ 10 മിനിറ്റ് കഴിയുമ്പോൾ പറയും, എടി എന്തിയാ മൊബൈൽ ഫോൺ? അതെല്ലാം കൂടെ ഇവൻ തന്നെ പറക്കി സിമ്മൊക്കെ എടുത്തിട്ട് ഇവൻ തന്നെ 10,000 രൂപ എടുത്തിട്ട് എങ്ങനെയെങ്കിലും വാങ്ങിച്ചുണ്ട്. അവസാനം ഇവൻ തന്നെ കൊണ്ടുപോയി കടയിൽ കൊണ്ടുപോയിട്ട് എല്ലാം കഴിയുമ്പോൾ ഇവളുടെ നടുവത്ത് ഇവൻ തന്നെ വിക്സ് വിട്ട് തിരുമ്പി ഇവൻ തന്നെ എല്ലാം റാഹത്താക്കി ഇവൻ തന്നെ കടയിൽ കൊണ്ട് നന്നായി കൊടുത്തു. ഇവൻ്റെ പൈസ പിന്നെ പോയി. 10 ദിവസം ഓള് പിന്നെ അടുക്കള കയറുന്നില്ല. ഇവൻ തന്നെ അടുക്കള കയറി കുക്കിംഗ് നടത്തി. ഇവൻ തന്നെ ദേഷ്യം കൊണ്ട് കാണിച്ചാൽ ഇടിയും തൊഴിയൊക്കെ അവസാനം ഇവൻ തന്നെ ഇതിനൊക്കെ സമാധാനം. അള്ളാഹു നമ്മളെ സാലിഹ്യം ഉൾപ്പെടുത്തട്ടെ. അതുകൊണ്ട് ദേഷ്യം വരുമ്പോൾ ആ സെക്കൻഡിൽ നീ ചെയ്യേണ്ടത് ഇതാ, അള്ളാഹിന്റെ റസൂൽ പഠിപ്പിച്ചതാണ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്ത്രീകളോട് പറഞ്ഞില്ലയോ? ലോകത്തിന്റെ നായകൻ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് ഓർമ്മപ്പെടുത്തിയില്ലയോ? അസ്മാ ബിൻത് യസീദ് അൽ അൻസാരി റളിയല്ലാഹു അൻഹ അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് കടന്നു വന്നിട്ട് പറയുകയാണ്, അള്ളാഹുവിന്റെ റസൂലേ, ഞങ്ങൾക്കൊരു പരാതിയുണ്ട് നബിയേ, ഞങ്ങൾക്കൊരു പരാതിയുണ്ട് നബിയേ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, അഴീക്കോട് ചട്ടിയിലുള്ള എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ഈ സദസ്സ് പിരിയും അവസാനമായിട്ടൊരു ചരിത്രം കുമ്മരം ഉസ്താദിന് ഓർമ്മപ്പെടുത്താനുള്ളത്, തന്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരാകുന്ന പാവപ്പെട്ട സഹോദരങ്ങള് കടലിന്റെ ആഴിയിലേക്ക് മത്സ്യം നേടിക്കൊണ്ട് ഇറങ്ങി ചെല്ലുന്ന പാവപ്പെട്ടവരാകുന്ന ഈ സഹോദരങ്ങളെ നിങ്ങൾ സംരക്ഷിക്കണേ, സംരക്ഷിക്കണേ. അവർ അള്ളാഹുവിലേക്ക് തവക്കുലാക്കിയിട്ട് കടലിന്റെ ആഴിയിലേക്ക് ഇറങ്ങി പോകുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ്, നിങ്ങൾക്ക് വേണ്ടിയാണ്. പാവപ്പെട്ട ഭർത്താവാണ് അദ്ദേഹം, പാവപ്പെട്ട സഹോദരനാണ് അദ്ദേഹം, കൂലിത്തൊഴിലാളിയാണ് അദ്ദേഹം, ഓട്ടോറിക്ഷ ഓടിക്കുന്ന പാവപ്പെട്ടവനാണ്, പാടത്തും പറമ്പത്തും പണിയെടുക്കുന്നവനാണ്, മത്സ്യത്തൊഴിലാളിയാണ്. ആ മീൻ കോരി കൊണ്ടുവന്ന് തന്റെ നാട്ടുകാർക്ക് വിൽപ്പന നടത്തിയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന പണം കൊണ്ട് നിന്നെ പോറ്റുന്നവനാണ്. ആ പാവപ്പെട്ട ഭർത്താവിനെ കണ്ടില്ല, അദ്ദേഹത്തിന്റെ സ്നേഹം മനസ്സിലാക്കാതെ പൊന്നുമോളെ നീ പോകരുതേ, പോകരുതേ. അസ്മാ ബിൻത് യസീദ് അൽ അൻസാരി റളിയല്ലാഹു അൻഹ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് കടന്നു വന്നിട്ട് ലോകത്തിന്റെ നായകനോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, റസൂലേ, ഹബീബായ നബി തങ്ങളേ, അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങൾക്ക് പരാതിയുണ്ട് നബിയേ. എന്താണ് പരാതി എന്നറിയണ്ടയോ? പുരുഷന്മാർക്ക് ജുമുഅയ്ക്ക് വരാ, പുരുഷന്മാർക്ക് ജമാഅത്തിന് വരാ, പുരുഷന്മാർക്ക് യുദ്ധത്തിന് പോകാ, എല്ലാ കൂലി കിട്ടുന്ന സ്ഥലത്തേക്കും പുരുഷന്മാരെ പറഞ്ഞയച്ച നബിയേ, ഞങ്ങൾക്ക് എന്തേ സ്ഥാനം തരാത്തത്? എന്തേ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ലേ? അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വന്നുകൊണ്ട് ഒരു സഹാബിയത്താകുന്ന പെണ്ണ് ചോദിക്കുമ്പോ എന്റെ ശബ്ദം ശ്രവിക്കുന്ന ബിദ്അത്തിന്റെ ആളുകളുണ്ടെങ്കിൽ, പുസ്തകം പ്രസ്ഥാനക്കാരായ സഹോദരങ്ങളുണ്ടെങ്കിൽ കേൾക്കണേ, പഠിക്കണേ, ജീവിതത്തിൽ കൊണ്ടുവരണേ, മനസ്സിലാക്കണേ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അസ്മാ എന്ന് പറയുന്ന സഹാബിയത്താകുന്ന വനിത കടന്നു വന്നുകൊണ്ട് ലോകത്തിന്റെ നായകനോട് ചോദിക്കുമ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉടനെ പറഞ്ഞു, അത്രേ, നിന്റെ പ്രിയപ്പെട്ടതാകുന്ന ഭർത്താവില്ലയോ, ആ പാവപ്പെട്ട ഭർത്താവിനെ അനുസരിക്കാൻ നീ തയ്യാറാകണേ പെണ്ണേ. 5 വഖത്ത് നമസ്കാരങ്ങൾ, 5 വഖത്ത് പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് ശ്രവണസുന്ദരമായ പാങ്കലികൾ നിന്റെ കർണപുടത്തിലെ കളികൾ കൊള്ളുമ്പോ ഒതുവെടുത്തുകൊണ്ട് വീടിന്റെ അകത്തളത്തിൽ കയറിയിട്ട് ആദ്യ വഖത്തിൽ തന്നെ നമസ്കരിച്ചിട്ട് കടലിന്റെ ആഴിയിലേക്ക് നിനക്ക് വേണ്ടി അന്നം തേടി പുറപ്പെട്ട, നിന്റെ മക്കൾക്ക് വേണ്ടി അന്നം തേടി പുറപ്പെട്ട നിന്റെ പാവപ്പെട്ട ഭർത്താവിന് വേണ്ടി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദ്വാരക്ക് പെണ്ണേ, ദ്വാരക്ക് പെണ്ണേ. ആ പാവപ്പെട്ട ഭർത്താവ് നിനക്ക് വേണ്ടി മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെടുമ്പോ അറബിയുടെ അടുക്കലാകട്ടെ, പ്രവാസ ലോകത്താകട്ടെ, ഏത് യജമാനന്റെ കീഴിലാകട്ടെ, ഏത് തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ വക്താവാകട്ടെ, ഏത് രാഷ്ട്രീയത്തിൽ വർക്ക് ചെയ്യുന്നവരാകട്ടെ, നിനക്ക് വേണ്ടി അന്നം
പുണ്യം തേടുന്ന പാവപ്പെട്ട സാരികാകുന്ന പാവപ്പെട്ട പേക്കോലമുള്ളതാകുന്ന മനുഷ്യനുണ്ടല്ലോ, കണ്ടാൽ വല്ലാതെ മോശത്തരത്തിലേക്ക് എത്തുന്ന, നിനക്ക് വേണ്ടി ആഹാരം തേടി പുറപ്പെട്ട് വൈകുന്നേരമാകുമ്പോ മുഖം ചുളിച്ചുകൊണ്ട് താടി ചുളിച്ചുകൊണ്ട് ക്ഷീണിച്ചവശനായി പരവശനായി വരുമ്പോഴും നിന്റെ മക്കളെ വാരിപ്പുണരുന്ന, നിന്റെ സൗഖ്യങ്ങൾക്ക് വേണ്ടി നിന്റെ കൂടെ കടന്നുറങ്ങുന്ന, നിന്നോടൊപ്പം അനുരാഗം വെച്ച് പുലർത്തുന്ന നിന്റെ പ്രിയപ്പെട്ട ഭർത്താവുണ്ടല്ലോ, ആ ഭർത്താവിന് വേണ്ടി നീ ദുആ ചെയ്യണേ. മാത്രമല്ല റസൂലുള്ള പറയുകയാണ്, നിന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് വേണ്ടി ദുആ ചെയ്യൽ മാത്രമല്ല, നമസ്കരിക്കൽ മാത്രമല്ല, പരിശുദ്ധമാകുന്ന റമളാൻ കടന്നു വരുമ്പോ നീ നോമ്പുകൾ പരിപൂർണമായി പിടിക്കണേ. ആ ഭർത്താവിനനുസരിച്ചുകൊണ്ട് വീടിന്റെ അകത്തളങ്ങൾ കഴിഞ്ഞുകൂടി നമസ്കാര ഇബാദത്തുമായി നീ കഴിഞ്ഞുകൂടിയാൽ നിനക്ക് സ്വർഗമുണ്ട് പെണ്ണേ, നിനക്ക് സ്വർഗമുണ്ട് പെണ്ണേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. നീ ജുമാക്ക് വരേണ്ടതില്ല, അത് നിന്റെ ഭർത്താവിന്റെ കടമയാണ്, അത് നിന്റെ ആൺമക്കളുടെ കടമയാണ്. നീ ജമാഅത്തിന് വരണ്ട, അത് നിന്റെ ഭർത്താവിന്റെ കടമയാണ്. 5 നേരം പള്ളിയിൽ വന്നുകൊണ്ട് മുട്ടിൽ കെട്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഭാര്യയ്ക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി, മാതാപിതാക്കൾക്ക് വേണ്ടി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദ്വാരക്കണ്ട കടമ അത് നിന്റെ ഭർത്താവിന്റെ കടമയാണ്. അത് പാവപ്പെട്ടവൻ നിർവഹിക്കുമ്പോ സ്വാതന്ത്ര്യം നിനക്ക് നൽകുകയാണ് വിശുദ്ധ ഇസ്ലാം. നീ പള്ളിയിൽ വരണ്ട പെണ്ണേ, നീ ജമാഅത്തിന് വരണ്ട, നീ ജുമാക്ക് പോകണ്ട, നീ കടലിന്റെ ആഴിയിലേക്ക് മത്സ്യം തേടി പോകണ്ട, നീ കച്ചവടത്തിന് പോകണ്ട, നീ ബിസിനസിന് പോകണ്ട, നിന്റെ ശരീരത്തെ ക്ഷീണിപ്പിക്കണ്ട. നീ വീടിന്റെ അകത്തളങ്ങളിൽ കഴിഞ്ഞുകൊണ്ട് നിന്റെ പാവപ്പെട്ട ഭർത്താവിന് വേണ്ടി, അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്ത് 5 നേരം നമസ്കരിച്ചുകൊണ്ട് അല്ലാഹുവേ പടച്ച റബ്ബേ, എന്റെ ഭർത്താവിനോടൊപ്പം എന്റെ മക്കളോടൊപ്പം സ്വർഗത്തിൽ ഒരുമിക്കാൻ എനിക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ, നീ തൗഫീഖ് നൽകണേ അല്ലാ എന്ന പടച്ച റബ്ബിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തുകൊണ്ട് വീടിന്റെ അകത്തളങ്ങൾ കഴിയപ്പെടണേ. എന്നാ നിനക്ക് സ്വർഗമുണ്ട്, സ്വർഗമുണ്ടെന്ന് ആദരവായ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. അതായിരിക്കണം നമ്മുടെ ജീവിതം, അതായിരിക്കണം നമ്മുടെ ജീവിതം. ഭർത്താവ് ജീവിക്കുന്ന ആർക്ക് വേണ്ടി? ഭാര്യയ്ക്ക് വേണ്ടി. അറിയുമോ, നിങ്ങൾക്ക് ഒരൊറ്റ ചരിത്രം കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട്ടിലേക്ക് 3 ദിവസങ്ങൾക്ക് ശേഷം ഹബീബായ നബി തങ്ങൾ പട്ടിണിയിലാണ്, തന്റെ പ്രിയപ്പെട്ട മക്കളും പട്ടിണിയിലാണ്, തന്റെ പ്രിയപ്പെട്ട ഭാര്യയടക്കം പട്ടിണിയിലാണ്. 3 ദിവസത്തിന് ശേഷം ഒരു ഇറച്ചി കഷ്ണം കിട്ടി, ഒരു ആടിന്റെ തുടയല് കിട്ടി. 3 ദിവസം കഴിഞ്ഞു, പട്ടിണിയാ. നമുക്കെന്ത് വേണം? നമുക്കിവിടെ സുഭിക്ഷമായ ആഹാരം. ഭർത്താവ് ഒരു നേരം ആഹാരം കൊണ്ടുവന്നില്ല, ഒരു മീൻ അല്പം വൈകിപ്പോയി, അല്ലെങ്കിൽ ചാറുകറി വെക്കാനുള്ള പച്ചക്കറി സാധനം പോയി, ഉടനെ നമ്മൾ ബഹളം തുടങ്ങി. ഇങ്ങനെ കൊണ്ട് അങ്ങനെ തന്നെയാണ് കെട്ടി. അന്ന് നമ്മൾ വന്നു മുതൽ ഇത് തന്നെ പരിപാടി. നാവ് സൂക്ഷിക്കണം പെണ്ണെ, അപകടത്തിലാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. നിനക്ക് വേണ്ടിയാണ് ഭർത്താവ് കഷ്ടപ്പെടുന്നത്, നിനക്ക് വേണ്ടിയാണ് അദ്ദേഹം യാതനകൾ സഹിക്കുന്നത്, നിനക്ക് വേണ്ടിയാണ് യജമാനന്റെ അടുക്കൽ നിന്ന് എത്ര തെരുവിളികൾ ദൈനംദിനം അദ്ദേഹം കേൾക്കുന്നത്. ഒരക്ഷരം അദ്ദേഹം പറയുന്നില്ല. കാരണം എന്താ? ഈ ജോലി പോയാൽ എന്റെ മക്കള് പട്ടിണിയിലാവും, എനിക്ക് പട്ടിണിയായാലും പ്രശ്നമില്ല, എന്റെ ഭാര്യ പട്ടിണിയാകും, എന്റെ ഉമ്മ പട്ടിണിയാകും, എന്റെ കുടുംബം പട്ടിണിയാകും. അദ്ദേഹം ചെയ്തു. ഒരു ഓട്ടോക്കാരൻ പാവപ്പെട്ടവൻ ഓട്ടോ വിളിച്ചു, കൂലി അവസാനം കൊടുക്കുമ്പോ കുറച്ചു കൊടുക്കും. അദ്ദേഹം ഒന്നും മിണ്ടുന്നില്ല. എന്താ കാരണം? ഇവനുമായിട്ടൊരു പ്രശ്നമുണ്ടായിട്ട്, ഒരു വഴക്കുണ്ടായിട്ട് അവസാന സമൂഹം മുഴുവനും എന്നെ തേജോവധം ചെയ്യുമല്ലോ, എന്നെ ഇനി ആരും ഓട്ടം വിളിക്കാത്ത ഒരു അവസ്ഥയിലേക്ക് വരരുത്, എനിക്ക് ജീവിക്കണം, എന്റെ കുടുംബത്തിന് വേണ്ടി അദ്ദേഹം കഷ്ടപ്പെടുകയാണ്. അല്ലാഹു നമ്മളെയൊക്കെ സാലിഹ്യം ഉൾപ്പെടുത്തട്ടെ. എന്നിട്ട് നീ എന്തുകൊണ്ട് അഹങ്കരിക്കുന്നു? ആ പാവപ്പെട്ട സഹോദരൻ വൈകിട്ട് വീട്ടിലേക്ക് വരുമ്പോ, ഇന്ന വീട്ടിലേക്ക് എനിക്ക് പോകണം, കഴിഞ്ഞ ദിവസം വാങ്ങുന്ന ചുരിദാർ എനിക്ക് പോരാ, ഇനിയും എനിക്ക് മറ്റൊരു ചുരിദാർ വേണം, മറ്റൊരു പർദ്ദ വേണം, മറ്റൊരു മിഡിയൻ ടോപ്പും വേണമെന്ന് വാശി പിടിക്കുന്ന സഹോദരി, നീ എവിടുന്നാണ് സാലിഹത്താകുന്നത്? നീ എന്ത് ദീനാണ് പഠിച്ചത്? നീ എന്നാണില്ലേ നന്നാവുന്നത്? നിനക്ക് വയസ്സ് 20 കഴിഞ്ഞില്ലേ, 30 കഴിഞ്ഞില്ലേ, 40 എത്തിയില്ലേ, 60ലേക്ക് പോവല്ലേ, മരിക്കണ്ട നിനക്ക്, ഖബറിൽ പോകണ്ട നിനക്ക്. എന്താ നീ ചിന്തിക്കാത്തത്? നിന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ നീ നോവിക്കാൻ പാടുണ്ടോ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, പഠിപ്പിക്കുകയാണ്. അയ്യുമ ഇംറഅത്തിൻ മാതത് വസൗജുഹാ അൻഹാറാ ദഖലത്തിൽ ജന്ന.
ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികൾക്ക് ഓർമ്മപ്പെടുത്തുകയാണ്, ഈ ലോകത്തു നിന്നൊരു പെണ്ണ് വിട പറയുമ്പോ ആ പെണ്ണിന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഖബറിന്റെ സമീപത്തിരുന്നു കൊണ്ട് പൊട്ടിക്കരയുകയാണ്. എന്റെ പ്രിയപ്പെട്ട മക്കൾക്ക് മുല കൊടുത്ത പെണ്ണാണ്, എന്റെ പ്രിയപ്പെട്ട കുടുംബത്തെ നോക്കിയതാകുന്ന പെണ്ണാണ്, എന്റെ സുഖമില്ലാത്ത മാതാപിതാക്കളെ ശുശ്രൂഷിച്ചതാകുന്ന പാവപ്പെട്ട പെണ്ണാണ്. അങ്ങനെ ഭാര്യ ഓർത്ത് വിലപിക്കുന്നതാകുന്ന ഭർത്താവ്, ഭാര്യയെ കൊണ്ട് സംതൃപ്തിപ്പെട്ട ഒരു ഭർത്താവ് ഉണ്ടെങ്കിൽ ആ പെണ്ണ് സ്വർഗത്തിലാണെന്ന് ഹബീബായ റസൂലുള്ളാഹി. അഴീക്കോടുള്ള എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, വാത് കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, സ്നേഹമുള്ളത് കൊണ്ടാണ് കുമ്മനം ഉസ്താദ് പറയുന്നത്, നാളെ പടച്ച റബ്ബിന്റെ ദർബാറിൽ മഹ്ശറിൽ നമുക്ക് ഒരുമിക്കണ്ടയോ, നമ്മുടെ ഭർത്താക്കന്മാരുമായ സ്വർഗത്തിൽ ഒരുമിക്കണ്ടയോ, പടച്ച റബ്ബിന്റെ സ്വർഗത്തിലേക്ക് ഫിർദൗസ് എന്ന സ്വർഗത്തിലേക്ക് നമുക്ക് കടക്കണ്ടയോ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായിക്ക് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ വീട്ടിലേക്ക് പട്ടിണി മൂലം കഴിയുന്ന സമയത്ത് ഒരാടിന്റെ തുടയന്റെ മാംസം കിട്ടുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷയുടെ കയ്യിലേക്ക് അത് കൊടുക്കുകയാണ്. ഭാര്യയുടെ കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് നബി തങ്ങൾ പറയുന്നു, ആയിഷ നീ കഴിക്കണേ, ആയിഷ നീ കഴിക്കണേ, ആയിഷ. ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറഞ്ഞു അത്രേ, വല്ലാഹി ലാ കുലി യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ ഞാൻ കഴിക്കൂല നബിയേ, അവിടുന്ന് കഴിച്ചാലും നബിയേ, അവിടുന്ന് കഴിച്ചാലും നബിയേ. ഇത്ര സ്നേഹമാണ്, ഇത്ര സ്നേഹമാണ്. നമ്മളാണെങ്കിലും 3 ദിവസമായി കഴിച്ചിട്ട് വേഗം കൊണ്ട് അല്ലാഹു ഭാര്യ പോലും അറിയാതെ വേഗം കഴിക്കും. വീട്ടിൽ 2 പേരേ ഉള്ളൂ, ഭാര്യയേ ഉള്ളൂ, ഭർത്താവേ ഉള്ളൂ. 2 മസാല ദോശ പോയി ടൗണിൽ പോയി മജ്ലിസിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വരും. 2 മസാല ദോശ, 2 ഷവർമ. ആരൊക്കെയാണ്? 1 ഭാര്യയും ഭർത്താവും. വാപ്പായും അപ്പുറത്തിരുന്ന് മണം പിടിച്ചോളും. അല്ലാഹു അവർ കൊടുക്കത്തില്ല. എത്ര കുടുംബത്തിന്റെ അവസ്ഥ, എത്ര കുടുംബം ഇതേപോലെ. ചിരിക്കാനല്ല പറഞ്ഞത്, ഗൗരവമുള്ള വിഷയമാണ് ഇതൊക്കെ. എത്ര ആക്കിബത്ത് മോശമാവൂല, അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. പിന്നെ കുടുംബം എങ്ങനെ ശൈഥില്യപ്പെടാതിരിക്കും? ഉമ്മ അപ്പുറത്തിരിക്കുക വിശന്നിട്ട്, അവർക്ക് ഈ ഷവർമയൊന്നും വേണമെന്നില്ല, പക്ഷെ ഇതിന്റെ മണം നീ ഇവിടെ വെച്ച് അടിപ്പിച്ച്, നിനക്ക് നിന്റെ ഭാര്യ വേണമെങ്കിൽ ബൈക്ക് ഇരുത്തിട്ട് നീ കൊണ്ട് മജ്ലിസിലോ എവിടെയെങ്കിലും പോയിരുന്നു റാഹത്തായി കഴിക്കും. പറ്റൂല. വാങ്ങിച്ച് വീട്ടിൽ തന്നെ കൊണ്ടുവന്നിട്ട് ഈ മണം ഉമ്മാക്ക് അടിപ്പിക്കണം. ഉമ്മായും വാപ്പ ഈ മണം ഇങ്ങനെ റാഹത്തായ നിലയിൽ കറക്റ്റ് അടിക്കും. ആ രീതിയിൽ ഫാൻ ഇങ്ങനെ തിരിച്ചു വെച്ചിരിക്കുക. ഇതങ്ങോട്ട് പൊതിയും കൊണ്ട് തുറക്കുമ്പോഴേ ഫാൻ ഇങ്ങനെ നേരെ റൗണ്ട് ചെയ്ത് കറങ്ങി അവിടെ ചെല്ലും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. എന്നിട്ട് ഇവർ 2 റൂമിൽ കഥ കുത്തിയിട്ട് ഇവർ തന്നെ റാഹത്തായിട്ട് ഇടയ്ക്കിന് വെളിയിലോട്ട് ഇങ്ങനെ വെല്ലൊക്കെ ഉറിജി. അതിന് ഇച്ചിരി രുചി പോരാടി. കഴിഞ്ഞ പ്രാവശ്യത്തെ അത്ര ടേസ്റ്റ് ഇല്ല, ഇന്നലെ വാങ്ങിച്ചതിന്റെ അത്ര. മാടെ മുന്നിൽ പറഞ്ഞുകൊണ്ട് പോവാ. അള്ളാഹു ആക്കട്ടെ. വലിയ ആള് കാണിക്കുകയാണ്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. എവിടെയാണ് നീ എത്തിച്ചേരുക? നിന്റെ ജീവിതത്തിൽ എങ്ങനെ ബറക്കത്തുണ്ടാകും? ഒരു 4 എണ്ണം വാങ്ങിയിട്ട് നീ അത് മുറിച്ച് അല്ലെങ്കിൽ അത് കഷ്ണം കഷ്ണാക്കിയിട്ട് കുടുംബക്കാരെല്ലാവരും ഒരുമിച്ചിരിക്കും. നിനക്ക് അതിനുള്ള പൈസയേ ഉള്ളൂ, 200 രൂപ ഒക്കെ. നീ അത് റാഹത്തായിട്ട് അങ്ങനെ കഴിക്കും. വേണ്ട, നിനക്കാതൊന്നും വേണ്ട. 2 കിലോ കോഴി വീട്ടിലോട്ട് കൊണ്ടുവന്നിട്ട് ഉമ്മയുടെ കൈ കൊണ്ട് തന്നെ പാചകം ചെയ്യും. ഉമ്മായി നിന്റെ വീട്ടുകാരൊക്കെ പാചകിച്ചിട്ട് ഒന്നിച്ചിരുന്ന് കഴിക്കും. എത്ര സന്തോഷമാണ്. എന്തിനാണ് ഇങ്ങനെയൊക്കെ നീ ചെയ്യുന്നത്? അള്ളാഹു നമ്മുടെ സാലിഹ്യം ഉൾപ്പെടുത്തട്ടെ. ഇവിടെ ഇതാ 3 ദിവസം കഴിഞ്ഞിട്ട് കിട്ടിയതാകുന്ന ഒരു സഹാബിയാകുന്ന മനുഷ്യൻ കൊണ്ടുവന്ന് കൊടുത്തതാണ് ഒരാടിന്റെ മാംസ കഷ്ണം. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങോട്ട് കൊടുത്തു. നീ കഴിക്കും. ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ, നമ്മൾ കഴിക്കൂല, നിങ്ങൾ കഴിക്കണം. ഭർത്താവിന്റെ അടുക്കൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും പറഞ്ഞു, നിങ്ങൾ കഴിക്കും. 2-3 പ്രാവശ്യം. അവസാനം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശക്തിയുക്തം പറഞ്ഞു, ആയിഷ നീ കഴിക്കണം, നീ കഴിച്ചിട്ടേ കഴിക്കാൻ പറ്റുള്ളൂ. നിർബന്ധം ചെലുത്തിയപ്പോൾ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ അത് വാങ്ങിയിട്ട് ചെറുതായിട്ടൊന്ന് കടിച്ചു ചെറുതായിട്ടൊന്ന് കടിച്ചിട്ട് അങ്ങോട്ട് കൊടുത്ത സമയത്ത് ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ ശരിക്കും അതിലേക്ക് നോക്കി. എന്താ നോക്കിയത്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞാൻ കടിച്ചതാകുന്ന സ്ഥലത്ത് വാവച്ച് കടിക്കുന്നുണ്ടോ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തെ ഏറ്റവും വലിയ മകളുടെ ഉദാഹരണമല്ലയോ? ലോകത്തിന്റെ നായകൻ തന്റെ പ്രിയപ്പെട്ട ഭാര്യയാകുന്ന ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ എവിടെയാണോ മാംസകഷ്ണം കടിച്ചത് അതേ സ്ഥലത്ത് തന്നെ പല്ലുകൾ വെച്ചുകൊണ്ട് ലോകത്തിന്റെ നായകൻ ബിസ്മില്ലാഹ് കഴിക്കുകയാണ്. ഇതങ്ങോട്ട് കണ്ടു കഴിഞ്ഞപ്പോ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ പൊട്ടിക്കരയുകയാണ്. ഹബീബായ നബി തങ്ങൾ
തങ്ങളോട് ചോദിച്ചു പോയി, നബി തങ്ങൾ ചോദിച്ചു പോയി, മായുബിക്കി ആയിഷ, ആയിഷ നീ എന്തിനാണ് കരയുന്നത്? എന്തിനു വേണ്ടിയാണ് നീ കരയുന്നത്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറഞ്ഞു അത്രേ, ഹുബ്ബുക ഫിയ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, റസൂലേ അവിടുന്ന് എന്നോടുള്ള സ്നേഹം കണ്ടിട്ടാണ്, പാവപ്പെട്ട ഒരു അബൂബക്കറിന്റെ മകളോടുള്ള സ്നേഹം കണ്ടിട്ടാണ്, സ്നേഹം കണ്ടിട്ടാണ്. ഹബീബായ നബി തങ്ങൾ ഇതങ്ങോട്ട് കേട്ടപ്പോ ചേർത്ത് പിടിച്ച് ചുംബനം കൊടുത്തിട്ട് ലോകത്തിന്റെ നായകൻ പറയുകയാണ്, ആയിഷ, ആയിഷ ഒരു ഭർത്താവ് നിന്നോടുള്ള കടമ പാലിക്കണ്ടയോ? ഒരു ഭർത്താവിന് നിന്നോടുള്ള കടമ പാലിക്കണ്ടയോ? എന്റെ ശബ്ദം ശ്രവിക്കുന്ന ചെറുപ്പക്കാരാ, വീട്ടിലൊരു ആപ്പിളിന്റെ കഷ്ണം വാങ്ങിയിട്ട് അതിന്റെ ഒരു പ്രതലം മുറിച്ചെടുത്ത് കൊടുക്കുമ്പോ ആ പാവപ്പെട്ട പെണ്ണത് കടിച്ചു കഴിയുമ്പോ ബാക്കി നിന്നിലേക്ക് തരുമ്പോ അവള് കടിച്ച ഭാഗം മാറ്റി വെച്ചിട്ട് മറുഭാഗം കടിക്കുന്നവരില്ലയോ? എത്ര സ്നേഹമാണ് നമ്മുടെ ജീവിതത്തിലുള്ളത്. വാപ്പ കഴിച്ചതാകുന്ന പാത്രത്തിൽ ഇന്ന് വരെ ഭക്ഷണം കഴിച്ച മക്കളുണ്ടോ? ഇന്ന് വരെ ഭക്ഷണം കഴിച്ച മക്കളുണ്ടോ? നിനക്ക് ജന്മം നൽകിയ പ്രിയപ്പെട്ട ഉമ്മയില്ലയോ? തൊട്ടപ്പുറത്തിരിക്കുന്ന പാവപ്പെട്ട ഉമ്മ എത്ര ഭക്ഷണമാണ് നിനക്ക് വിളമ്പിത്തുന്നത്. ആ പാവപ്പെട്ട ഉമ്മയെ അടുത്ത് പിടിച്ചിരുത്തിയിട്ട് ഉമ്മയോടൊപ്പം ആഹാരം കഴിച്ച രാവുകൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? നിന്റെ പാവപ്പെട്ട ഭാര്യ നിനക്ക് വേണ്ടിയല്ലോ കഷ്ടപ്പെടുന്നത്. എത്രയോ രാത്രി നീ വന്നിട്ട് പറഞ്ഞു, ഞാനതാ നല്ലതുപോലെ ഫാസ്റ്റ് ഫുഡ് കഴിച്ചിട്ടുണ്ട്, നല്ലതുപോലെ 65 കഴിച്ചിട്ടുണ്ട്, നല്ലതുപോലെ കൂട്ടുകാരുമായി ഷവർമ കഴിച്ചിട്ടുണ്ടെന്ന് ആ പാവപ്പെട്ട പെണ്ണിനോട് പറയുമ്പോ, കറണ്ട് ഇല്ലാത്ത വീട്ടില് തെങ്ങിൽ നിന്ന് തേങ്ങ അടർത്തിയിട്ടിട്ട് അതിൽ ചമ്മന്തി വരച്ചിട്ട് നിനക്ക് വേണ്ടി ചോറ് വെച്ച് കാത്തിരിക്കുന്ന 12 മണിയായിട്ടും ഉറക്കമൊഴിച്ച് കാത്തിരിക്കുന്ന നിന്റെ പ്രിയപ്പെട്ട ഉമ്മയെയും ഭാര്യയും വഞ്ചിക്കുന്ന സഹോദരങ്ങളെ, എങ്ങനെയാ കുടുംബജീവിതം നന്നാവുക? എങ്ങനെയാണ് തലാഖിലേക്ക് എത്താതിരിക്കുക? എങ്ങനെയാ കുടുംബജീവിതം സന്തോഷത്തിലാകുക? ഉമ്മയെ വിളിച്ചടുത്തിരുത്തണ്ടയോ? ആ വാപ്പയെ വിളിച്ചടുത്തിരുത്തണ്ടയോ? നിന്റെ ഭാര്യയെ വിളിച്ചടുത്തിരുത്തണ്ടയോ? നിന്റെ മക്കളെ ചേർത്തിരുത്തണ്ടയോ? ഒരു പിടി ചോറ് നിന്റെ ഭാര്യയുടെ കൈകൊണ്ട് വിളമ്പണ്ടയോ? എന്നിട്ട് നിന്റെ കൈകൊണ്ട് കുഴച്ചിട്ട് ആ ഭാര്യയുടെ വായിലേക്കൊന്ന് വെച്ച് കൊടുക്കണ്ടയോ? നിന്റെ വായിലേക്ക് ഭാര്യയും ഒരു ഉരുള ഒന്ന് വെച്ച് തരണ്ടയോ? നിന്റെ മക്കൾക്ക് നീ ഒന്ന് വെച്ച് കൊടുക്കണ്ടയോ? നിന്റെ മക്കൾക്ക് അങ്ങനെ ഒരു ചിന്ത നീ ജീവിതത്തിൽ കൊടുത്തിട്ടുണ്ടോ? പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ഉമ്മ കഴിച്ച പാത്രത്തിൽ നിന്ന്, ആ ഉമ്മയുടെ പാത്രത്തിൽ നിന്ന് ഞാൻ അല്പം ചോറിട്ടെ ബറക്കത്തെടുക്കട്ടെ എന്ന് കരുതുന്ന മക്കൾ ഇന്നുണ്ടോ? മക്കളൊന്നുണ്ടോ? ഉമ്മ കഴിച്ച പാത്രമാകട്ടെ, സ്വന്തം ഭർത്താവ് കഴിച്ച പാത്രമാകട്ടെ, അത് കഴുകി ശുദ്ധീകരിച്ചിട്ട് അതിലേക്ക് ചോറ് വിളമ്പുന്ന സഹോദരി, അതിലേക്ക് ചോറ് വിളമ്പുന്ന സഹോദര, എങ്ങനെയാണ് ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവുക? എവിടുന്നാണടാ സ്നേഹം വരിക? പാതിരാത്രി സമയത്ത് ശയ്യവലംബിക്കുമ്പോ നിന്റെ ഭാര്യയുടെ ഈളയിൽ നിന്ന് ഈളയെത്തി വീഴുന്ന, ചുണ്ടിൽ നിന്ന് ഈളയെത്തി വീഴുമ്പോ അത് നക്കി കുടിക്കാൻ താല്പര്യമുള്ളവന് എന്തേ ഭാര്യയുടെ വായിലേക്ക് വെച്ച ആഹാരം വെച്ച ആ പാത്രത്തിൽ ആഹാരം കഴിക്കാ എന്തേ മടിയുണ്ടോ? മടിയുണ്ടോ? ഒരു പാത്രത്തിൽ നിന്ന് ഒരുമിച്ചിരുന്നു കൊണ്ടുകൂടെ? എന്തേ ജീവിതം ഒരു സന്തോഷത്തിലേക്ക് നമുക്ക് തിരിച്ചു കൊണ്ടുപോയിക്കൂടെ? തലാക്ക് കളിതമാശയല്ല, നിന്റെ ജീവിതത്തിൽ എന്നെന്നും നിലനിൽക്കേണ്ടതാണ്, എന്നെന്നും നിന്റെ ജീവിതം ശാശ്വതമാകേണ്ടതാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാണ് പഠിപ്പിച്ചത്. വിവാഹ ജീവിതം ആരെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ അവൻ ജീവിതത്തിന്റെ ദീനിന്റെ 2/1 ഭാഗം പൂർത്തീകരിച്ചവനായി, ജീവിതത്തിൽ അവൻ 3/2 ഭാഗം പൂർത്തീകരിച്ചവനായി ഇനി ബാക്കിയുള്ളത് സൂക്ഷിക്കട്ടെ എന്ന് ഹബീബായ റസൂലുള്ളാഹി. അല്ലാഹുവേ, അല്ലാഹ് ഈ സദസ്സിൽ വന്നു ചേർന്ന സഹോദര സഹോദരിമാർക്ക് നീ അതിനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്, നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ജീവിതത്തിൽ അറിയാതെ എന്തെങ്കിലും അപരാധങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ നീ സന്തോഷം നൽകണേ അല്ലാഹ്.